ഹലോ ഗൈസ്, ഇന്നേ സിന്ദൂരത്തിന് കൂടുതലും കിട്ടും. ഏരിക്കട്ടെന്നൊരു വഴിക്ക് പോകുന്നതല്ലേ പേല്ലേ. പിന്നെ ഇന്നത്തെ വിശേഷം വേറൊന്നുമല്ല, അംബാനിയുടെ മകൻ്റെ ഇളയ കുഞ്ഞിൻ്റെ വിവാഹം. അതിനെ റിലേറ്റ് ചെയ്തിട്ട് കുറേ അധികം ഇങ്ങനെ സ്റ്റോറി കാണുന്നുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് അതെടുത്ത് വെച്ചൊക്കെ പറയാമെന്ന്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എവിടെയോ ഒരു ചെറിയ അസൂയ ഇല്ലാതില്ല. എന്തൊരാഘോഷമാണ്. പക്ഷെ നമുക്ക് അതിനകത്തൊന്നും പറയാനൊക്കത്തില്ല കേട്ടോ. ആഘോഷങ്ങളല്ലേ, എല്ലാവരും ആഘോഷിക്കുന്നു, അവരും ആഘോഷിക്കുന്നു, അപ്പോൾ നമ്മളും ഇത് ആഘോഷിക്കുന്നു. ഹായ് ശ്യാംല, ഹായ് മായ. അപ്പോൾ നമ്മുടെ ആ പേഴ്സണൽ കാര്യം നമുക്ക് പറകിൽ പറയാൻ കേട്ടോ. ആദ്യം നമുക്ക് പറയാനുള്ളത് പറഞ്ഞങ്ങ് തീർക്കാം. വാസ്തവത്തിൽ 2 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ഒന്നൊരു ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ഇഷ്യൂ ആണ്. അത് ഞാൻ വൈകിട്ട് രാത്രി 9 മണിക്കുള്ള ലൈവിൽ പറയുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് അംബാനി വിഷയം പറയാം. അംബാനിയുടെ ആ വിവാഹ മാമാങ്കം കുറേ കൗതുകത്തോടെ പോയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ അധികം സമയം വേസ്റ്റ് ചെയ്ത് അതിൻ്റെ പുറകിൽ തന്നെ പോയി ഇരുന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് എന്ത് മനസ്സിലായെന്ന് ചോദിച്ചു. ഒരു ഉണ്ണാക്ക് മനസ്സിലായില്ല. ആകെ മനസ്സിലായത് മൊത്തം കളർഫുൾ വെഡിങ്, സൂപ്പർ. പിന്നെ കുറേ അധികം സിനിമ സോങ്ങൊക്കെ ഇട്ട് അവർ ഡാൻസ് കളിക്കുന്നത്. അപ്പം മില്യനേഴ്സിനൊക്കെ ഡാൻസ് കളിക്കാൻ അറിയാമല്ലേ. ഏതായാലും സൂപ്പർ ഫങ്ഷൻ, വളരെ സൂപ്പറായിരുന്നു. അതങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ അധികം പേര് ഇവിടുത്തെ പോവർട്ടി, ഇവിടെ കുറച്ച് കഷ്ടപ്പെടുന്ന കുറേ മനുഷ്യരുടെ കാര്യം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ക്യാഷ് ഉണ്ട്, അവരതിൻ്റെ ഒരു ശതമാനം എടുത്ത് വെച്ച് ചിലവാക്കി ഇങ്ങനൊരു ഫംഗ്ഷൻ നടത്തി. അത് വേണ്ട എന്ന് വിലക്കാനുള്ള ഇതൊന്നും നമുക്കില്ല, അതിനുള്ള ആംബിയർ നമുക്കുണ്ടായില്ല. കാരണം ഇത് നമ്മുടെ ജനാധിപത്യ രാജ്യം എന്നതിനുപരി ഇപ്പം അംബാനിയുടെ രാജ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറ്റപ്പെടുത്തലുകളല്ല, വളരെ സപ്പോർട്ടീവായിട്ട് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായ പ്രശ്നങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഒരാൾക്ക് പേയ്മെൻറ്റ് കൂടുതൽ, അതായത് അങ്ങേരുടെ അനിൽ അംബാനിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പുള്ളിക്കാരൻ്റെ കയ്യിൽ 10 പൈസയിലാകെ പിച്ചപ്പറക്കി തെണ്ടി നടക്കുന്നു. ചേട്ടൻകാരൻ ഇങ്ങനെ അറുമാദിച്ച് നടക്കുന്നു. അനിയൻകാരൻ ഭയങ്കര കടത്തിലൊക്കെയാണെന്നാണ് പറയുന്നത്. ചേട്ടൻകാരൻ ഇതുപോലെ അറുമാദിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഉണ്ട് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ. നമ്മൾ കാണാതെ പോയ ഒരുപാട് വശങ്ങൾ അവർക്ക് പിന്നിലുമുണ്ട്. അംബാനി ഇങ്ങനെ ഒരു ജനാലി ന്യായം, പേരറിയത്തില്ല, ഒരു സുന അവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. 3, 4, 6 നിലയും കണ്ടുള്ളൊരു ബിൽഡിംഗ്. അതിനേക്കാൾ മികവ് പുലർത്തുന്ന ഒന്നായിരുന്നു അനിൽ കെട്ടിപ്പൊക്കിയത്. വാസ്തവത്തിൽ ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. നല്ല പൈസയൊക്കെ ഉണ്ട്, 2 കൂട്ടർക്കും നല്ല പൈസയുണ്ട്. പക്ഷെ ഇവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, അതൊരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ല. ആ കോമ്പറ്റീഷനിൽ ഒരു പക്ഷേ നല്ല സൂപ്പറായിട്ടുള്ള, അതായത് അത്യാവശ്യം അവർക്ക് ലക്കില്ലെങ്കിൽ അവർ ആ ഒരു ഫിഗറിലേക്ക് അവർ വരത്തില്ല. സെക്കൻഡ് തിങ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടാലൻ്റ് ഉള്ള ബിസിനസ് അറിയുന്ന 2 പേര്, ഇവർ 2 പേരും നശിച്ചു പോകാനാണ് ചാൻസ്. കുടുംബത്തിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അനിൽ അംബാനി അനുഭവിക്കുന്ന കടം, മുഷ്കിൽ, അത് ഈ അംബാനി കണ്ടിട്ട് ഇഗ്നോർ ചെയ്യണു. ആൻഡ് ഹീ ഈസ് നോട്ട്, അതൊരു കെയറേ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബാക്കി അദ്ദേഹം എന്ത് സാംസ്കാരിക സാധനം വളച്ചു പിടിച്ചിട്ടും കാര്യമില്ലല്ലോ. ഇപ്പോൾ സ്വന്തം സഹോദരൻ്റെ ലെവൽ പോലും ഓൺ സൈഡ് ഒരു ഇതിൽ താന്നു നിൽക്കുന്ന അയാൾ, ആ സഹോദരനെ ഒന്ന് പുകഴ്ത്തി മേളിലേക്ക് കൊണ്ടുവരാൻ പോലും സാധിക്കാത്ത അയാൾ എന്ത് കാരണമാണ്, എങ്ങനെയാണ് പാവങ്ങളെ സഹായിക്കുക? അതാണ് എൻ്റെ പോയിന്റ്. വന്നല്ല മുറിയണ്ടി മോനെ ലാറ്റ് ഇത്തിരി നേരം കൂടെ അവിടെ ഇരിക്കും, ഇച്ചി കഴിഞ്ഞ് പറയാം, ഇപ്പം ക്ഷമയില്ല. ഞാൻ കണ്ടതിൽ ഫംഗ്ഷന് വേണ്ടി സെലിബ്രേറ്റ് ചെയ്ത പൈസ 1000 കോടി രൂപയാണെന്ന് പറഞ്ഞു. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഗസ്റ്റിന് തന്നെ ഇത്ര കോടി രൂപ കൊടുത്താണ് അവിടെ കൊണ്ടുവന്നത്. ഒരു ഡാൻസ് അത്രയും പ്രത്യേകിച്ചായിരുന്നു. എന്തെല്ലാം നടക്കും. അതിനെക്കാട്ടി നല്ല ഡാൻസ് നമ്മൾ കളിച്ചേനെ, നമ്മളെ വിളിച്ചില്ല. നമുക്ക് അരക്കോടി എന്നാലും മതിയായിരുന്നു. വാവാട്ട് കുശുമ്പ് അസൂയയും മൂത്തിട്ട് നിൽക്കാനും നടക്കാനും ഭയങ്കര അസൂയയുടെ. രാവിലെ മുതൽ ഇത് കണ്ട് അസൂയ കൊണ്ട് എനിക്ക് ജീവിക്കാനും നടക്കാനും പിന്നെ ഒരു പ്ലേറ്റ് നിറച്ച് ഫുഡ് കൊടുക്കും. ശിവനെ യജാതി എല്ലാ സ്വീറ്റ്സും. അതും പോരാതെ അംബാനി സ്വന്തം കൈ കൊണ്ട് കൊണ്ടുപോയി ലഡ്ഡു കൊടുക്കുന്നു. മനസ്സിൽ ലഡ്ഡു പൊട്ടി എന്ന് കേട്ടിട്ടില്ലേ, അതവിടെ അനുഭവിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ കൂടെ നമുക്ക് അഭിമാനിക്കാം. ഗുജറാത്ത് എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനത്തിൽ നിന്ന് പുറത്തേക്ക് വന്നവരാണെങ്കിൽ പോലും അവരുടെ ഫണ്ട് അവരേറ്റവും കൂടുതൽ അവിടെ തന്നെ വിനിയോഗിക്കുന്ന ഒരു രീതിയുമുണ്ട്. അപ്പോൾ ഷീജ എന്ത് മക്കളെ. അപ്പോൾ ആ ഒരിതും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പറയാൻ ഒത്തിരി ഉണ്ട്, പക്ഷേ ചെറിയൊരു രീതിയിൽ അസൂയയും കുശുമ്പും ഉള്ളതുകൊണ്ട് അങ്ങേരെ പുകഴ്ത്താനും വയ്യ. എവിടെയെങ്കിലും ഇട്ടൊരു പാര കൊടുക്കാമെന്ന് വെച്ചാൽ ആകെ ഉള്ളത് ഈ അനിൽ അംബാനി വിഷയത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. ഈ കുത്തിത്തിരിപ്പ് വർക്കൗട്ട് ആവാത്തതുകൊണ്ട് ഞാൻ വെച്ചൊഴിഞ്ഞു. പിന്നെ എനിക്ക് അതിനകത്ത് ഭയങ്കര സന്തോഷം തോന്നി എന്താണെന്ന് അറിയാമോ?
ഫിലിം സ്റ്റാർസിനെ കൊണ്ട് ചാപ്പാട് വിളമ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു മോളെ കല്യാണത്തിന്. അയാൾ കാശ് ചിലവാക്കട്ട്, എന്നാൽ അല്ലേ മാർക്കറ്റിൽ ക്യാഷ് ഇറങ്ങും. കുറേ പാവപ്പെട്ടവർക്ക് ഉപകാരമായി. അയാൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തുവാണ് ചേച്ചി. അനിൽ അംബാനി നശിപ്പിക്കുന്നവനാണ്. ഇത് നമ്മൾ ബോംബെയിൽ കേട്ട കഥ. അത് ശരിയാണ്. അല്ല, ഇയാളുടെ വീടിനെക്കാട്ടി വലിയ വീടാണ് അയാളുടേത്. അതിപ്പോൾ റീസെൻ്റ്ലിയാണ് ഞാൻ കണ്ടത്. ആ കടമൊക്കെ വന്നു. പിന്നെ അവിടുത്തെ ഇടയിൽ ഒരു സിനിമാറ്റിക് ഫീലിംഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പം അത് ഞാൻ എന്താ അത് പറഞ്ഞതെന്നറിയാമോ? ഇവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. മേ ബി ഈ ഒരു കോമ്പറ്റീഷൻ കൊണ്ട് തന്നെ ഈ രണ്ടും ഇല്ലാണ്ടായി പോകും. നമ്മൾ അനാവശ്യമായി ഒരാളെ കേന്ദ്രീകരിച്ച് അയാളെക്കാൾ ഉയരങ്ങളിൽ എത്തണമെന്നുള്ള രീതിയിൽ നടത്തുന്ന എല്ലാ കുൽസിതങ്ങൾ നമ്മളെയും കൂടെ താഴേക്ക് കൊണ്ടുപോകും. നമ്മളെ ലെവലും പോയി, അയാളെ ലെവലും പോയി, രണ്ടിൻ്റെ ലെവൽ പോയി, രണ്ട് ഡിം ഢോം ഠം താഴോട്ട് പോകും എന്ന സൂചനയാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി, അനിൽ അംബാനി സൂപ്പർ അല്ലേ? യാ, സം സോർട്ട്. ബട്ട് എന്തൊക്കെയോ ഉണ്ട്. ഒരാൾ വിവാഹം കഴിച്ച ഒരു പാവം ടീച്ചറെയാണ്. ആരെ? മറ്റേ മുകേഷ് അംബാനി ടീച്ചറായിരുന്നു. അവളൊരു നർത്തകി കൂടിയായിരുന്നു. അവരാണ് വിവാഹം കഴിച്ചത്. അനിയൻ കല്യാണം കഴിച്ച ഒരു ഫിലിം ആക്ട്രസിനെയാണ്. അതും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഭംഗിയുള്ളതായിട്ട്. ഇപ്പോഴത്തെ അവസ്ഥയല്ല, അവരുടെ ചെറുപ്പകാലത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയായിരുന്നു. അപ്പോൾ അവർ വിവാഹമൊക്കെ കഴിച്ചതൊക്കെ ആ ലെവലിൽ തന്നെയാണ്. പക്ഷേ ഈ റീസെൻ്റ്ലി ഇപ്പം മകൻ്റെ വിവാഹം നടക്കുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നില്ല ഈ മർച്ചന് ഇങ്ങേർക്ക് ഇതെന്തിൻ്റെ ഇതായിരുന്നു എന്നുള്ളത്. പിന്നെ പ്രണയമാണല്ലോ, രണ്ടുപേരും പ്രണയിച്ചതാണല്ലോ, ഒന്നും പറയാനില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഈ അച്ഛനെ പറ്റി ആ മകൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അതൊരു റിയൽ സ്റ്റോറിയാണ് കേട്ടോ. കാരണം ഒന്നാമത് അവൻ്റെ ഫാറ്റ്നസ്, പിന്നെ അവനെന്തോ അസുഖമുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കൂടെ നമ്മൾ എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പെയിൻ അത് ഭയങ്കര ഭീകരമാണ്. നമ്മളെക്കാൾ ഉപരി നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ അത് അനുഭവിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും. അതാണ് എനിക്ക് ഏറ്റവും ഹേർട്ട് ചെയ്യുന്ന സാധനം അതാണ്. ഉമ്മയിൽ നിന്ന് ഞാൻ ദൂരെ നിൽക്കുന്നതിൻ്റെ റീസണും അതാണ്. നടക്കുമ്പോഴോ എന്തെങ്കിലും എൻ്റെ വിഷമതകൾ കണ്ടാൽ അതിന് താങ്ങത്തില്ല. അമ്മയിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ അത്രത്തോളം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പെയിനാണത്. ഐ ആം പ്രൗഡ് ഓഫ് യുവർ ബോത്ത് കിഡ്സ് ചേച്ചി, സ്പെഷ്യലി യുവർ യങ്ങർ സൺ. വെൻ യു ടോൾഡ് ഹി ഡസ് ദ ഹൗസ് ഹോൾഡ് വർക്ക്സ് ആൻഡ് ആൾ ഹീസ് ജെ. താങ്ക് യു ദേവകൃഷ്ണ. അയാൾ സൂപ്പറൊന്നുമല്ല, വരവിൽ കൂടുതൽ ചിലവാക്കുന്നവൻ. അത് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഇവർക്കത് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇവർക്ക് ലോൺ എടുത്താൽ അടയ്ക്കേണ്ടല്ലോ, ബാങ്കുകൾ എഴുതി തള്ളിക്കൊള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ചാൻസ് ഇല്ല. അവർ ടാക്സൊക്കെ കറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. വരവിങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. ദേ ആർ ഗെറ്റിംഗ് ഇനഫ് മണി. സോ അവർ എന്ത് ചെയ്യും? അത് എന്തോ ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. എനിവേ, പിന്നെ ഒരു ഫോട്ടോ കണ്ടിരുന്നു. ഒരു മാല ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ മുകേഷിൻ്റെ വൈഫ്. എനിക്ക് 500 crores ഒരു മാലയാണ് അവരിട്ടിരിക്കുന്നത്. ഹായ് ടീച്ചറെ. ഇന്നലെ കമൻസിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾ കാണാത്തതാണ് കേട്ടോ, അല്ലാണ്ട് മനഃപൂർവ്വം മൈൻഡ് ചെയ്യാത്തൊന്നുമില്ല. ശിരീഷ്, വെൻ എവർ ഐ എം വെയറിങ് ദിസ് ഞാൻ ഇങ്ങനെ പോകാറുണ്ട്, അമ്മ തന്നതാണല്ലോ എന്നുള്ളത്. അമ്മ അറിഞ്ഞ കാര്യങ്ങൾ പോവല്ലേ, അവിടെ നിൽക്കുക, ബാക്കി കാര്യങ്ങളും കൊണ്ട് വരുന്നുണ്ട് ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തോ ഈ മാല 50 കോടി രൂപയുടെ ഒരു മാല ഇട്ടിരിക്കുന്നു. അവരെ കയ്യിൽ 50 കോടി രൂപയുടെ മാല ഉണ്ട്, അവരിടുന്നു. നിങ്ങൾക്ക് എന്ത് കുശുമ്പ് അല്ലെ? കുശുമ്പ് എനിക്കുണ്ടായി, പക്ഷെ എനിക്ക് ആ മാല ഇഷ്ടപ്പെട്ടില്ല. കാരണം അതൊരു എനിക്കെന്തോ അതിൻ്റെ ഒരു സെറ്റ് ഇഷ്ടപ്പെട്ടില്ല. അതേസമയം ഒരു കാപ്പവൻ്റെ ഒരു കഴുത്ത് പിടിച്ച ഒരു ചെറിയ നേരിയതാണെങ്കിലും അതിനാണ് ഒരു ഭംഗി ഉണ്ടാവുക. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, 500 കോടി 1000 കോടിയുടെയൊക്കെ തുണി എടുത്താൽ ഞാൻ ആ വാല്യൂ ഉണ്ടാവുന്നു. അതൊന്നുമില്ല, ചത്ത എല്ലാം പുഴുക്കും, അത്ര തന്നെ. അതല്ല, ഇടയ്ക്കിടയ്ക്ക് മൈൻഡ് ചെയ്യാറില്ല. സത്യമായിട്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങളെയൊക്കെ നല്ല മൈൻഡ് ചെയ്യാം, നിങ്ങൾക്കാണ് ഒരിതും ഇല്ലാത്തത്. അപ്പം ഞാൻ വേറൊരു വിഷയം പറഞ്ഞു വന്നതാണ്. നമുക്ക് ഈ ഒരു കാര്യത്തിൽ പലരും കുറേ അധികം എക്സ്പ്ലനേഷൻസും കൊണ്ട് കുറേ അധികം വന്നിട്ടുണ്ട്. ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ട ഒരാൾ, എനിക്കൊന്ന് അതിനകത്തൊരു ഒരുപാട് പേര് അതിനകത്ത് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് കഷ്ടപ്പെടുന്നു, ഒത്തിരി പേര് ചേച്ചി ഉമ്മയുടെ അടുത്ത് പോയി പെൻഷൻ ക്യാഷ് വാങ്ങിയോ ചേച്ചിക്കുട്ടി, അമ്മ ഉള്ളവർ ഭാഗ്യമുള്ളൂ, തന്നില്ലടേ, 10ാം തീയതി അങ്ങോട്ട് ചെന്ന് അവരെ സ്വാപ്പിടണം. ഈ ചുമ്മാ എന്ന് ചെന്നാൽ മമ്മി പൈസ തരില്ല. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല മമ്മി ആരെന്ന് ചോദിച്ചാൽ അത് അമ്മയാണെന്ന് പറയണം. പിന്നെ കുറേ തെറി കിട്ടുകയാണ്, കുറേ പറയും എന്നെ. തെറി മീൻസ് വഴക്കാണേ, കുറേ പറയും. ഇതെല്ലാം നമ്മൾ മിണ്ടാതെ നിന്ന് കേൾക്കണം. യെസ് മമ്മി, യെസ്. ഇനി റിപ്പീറ്റ് ചെയ്യോ? നന്നായിക്കോളാം എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ പറഞ്ഞു, എല്ലാം യെസ് പറയണം. എല്ലാം യെസ് പറഞ്ഞാൽ
കൈ പൊതിഞ്ഞ് പിടിച്ച് കൊണ്ടുവന്ന് കയ്യിൽ തരും. അതിനൊരു പ്രത്യേക മണവുമാണ് കേട്ടോ. എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു സംഗതിയില്ല വേറെ. ചില സമയത്ത് അത് ഭയങ്കര ഇതാണെങ്കിലും ഒരു അവകാശത്തോടു കൂടി പോയി വാങ്ങിക്കാൻ അതേ പറ്റുള്ളൂ. പുള്ളിക്കാരത്തിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഈ മാസം ചിലപ്പോൾ ഇടത്തില്ല, എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചില്ല. 10-ാം തീയതി അങ്ങോട്ട് ചെല്ലാണ്ട് തലങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആ 10-ാം തീയതി ചെന്നാൽ ചക്കയും മാങ്ങയൊക്കെ എടുത്ത് തരുമായിരിക്കും. ചക്ക ശീശനാണെങ്കിൽ ചക്ക മാങ്ങ തേങ്ങ എല്ലാം എടുത്ത് വയ്ക്കപ്പോഴേ നാത്തൂൻ്റെ ഒരു മുഖമുണ്ട്, വന്നിട്ടുണ്ട് എല്ലാം പറക്കിക്കൊണ്ട് പോകാനായിട്ട്. സ്ഥിരം എല്ലാ കുടുംബത്തിലും നടക്കുന്ന വിശേഷങ്ങളൊക്കെ തന്നെയാണ്. ലൈവ് രാത്രി മാത്രം മതി എന്ന എളിയവൻ്റെ അഭിപ്രായം. ആയിക്കോട്ടെ ചേച്ചി, നമുക്ക് എല്ലാവരുടെയും കമൻസ് റീഡാകും. ചേച്ചി, നമ്മളുടെ എല്ലാവരുടെയും കമൻസ് റീഡാകും. ഞാൻ റീഡ് ചെയ്യും. ചുമ്മാ പറഞ്ഞതാ പെണ്ണെ. താങ്ക് യു. ഉമ്മച്ചിയുടെ അടുത്ത് പോകണം. ഉമ്മച്ചി ഇവിടെ കെട്ട വെയിറ്റിങ്ങിലാണെന്ന് പറഞ്ഞത്. നല്ല കമ്മൽ, നല്ല ബിന്ദി, നന്നായി ചേരുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മ വാങ്ങിത്തന്നതാ കേട്ടോ. ഇതൊക്കെ എൻ്റെ മമ്മിയുടെ വകയാണ്. ഐ മീൻ എൻ്റെ ഓൺ മമ്മിയല്ല, ശാന്തകുമാരി അമ്മയുടെ വകയാണ് ഷീറ്റ് ടിക്കറ്റ്. എനിക്ക് പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധ തിരിക്കാതെ, ഞാൻ ഇവിടെ വളരെ സീരിയസ് ആയിട്ട് അംബാനി വിഷയമാണ് പറയുന്നത്. ഐ ആം ടോക്കിംഗ് അബൌട്ട് അംബാനി ലെവൽ ടാക്ക്. അംബാനി വീട്ടിൽ പോയി ഏതെങ്കിലും ഒരു മൂലയിൽ നിന്നാലും മതിയായിരുന്നു, അത്യാവശ്യത്തിൽ കൂടുതൽ ഫുഡൊക്കെ കിട്ടുമായിരുന്നു. പക്ഷേ കണ്ട് തരില്ല. പിന്നെ അതിനകത്തൊരു പ്ലസ് പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ, ആ അച്ഛനെ പറ്റി. ആ മകൻ പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛൻ കരയുന്നുണ്ടോ, സൂപ്പർ. അമ്മയ്ക്ക് തന്നെ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. സത്യമാണ് കേട്ടോ അത്. ഈ മകനുണ്ടാകുന്ന, ഇയാൾക്ക് ഇത്ര പൈസ ഉണ്ടായിട്ടും അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അവിടെ ഉണ്ടൊരു മെസ്സേജ്. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെങ്കിലും ഒരു ലിമിറ്റ് നിങ്ങൾക്ക് അതിൽ കൂടുതലില്ല എന്നത് കാണിക്കാൻ ആ ഒരു കാര്യം മാത്രം ഒരു ഏറ്റവും വലിയ പെയിനാണ് ആ പയ്യൻ, അല്ലേ? സത്യം പാവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ കുട്ടി ഒരു പാട്ട് പാടിക്കൊണ്ട് വരുന്നതുണ്ട്. ഇതൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇതെല്ലാം അവൈലബിൾ ആണ്. പോയി നേരിട്ട് തന്നെ കാണുക. ഞാൻ അതിൻ്റെ ഒന്നും ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് വരുന്നില്ല. എനിക്ക് അതിനകത്ത് ആ കുട്ടി ഇട്ടിരുന്ന ഡ്രസ്സ് ശപ്പ സൂപ്പർ. നല്ല കുട്ടി, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല മോള്, നല്ല ഭംഗിയുണ്ട്. കുടുംബത്തിലേക്ക് വന്ന് കയറി, എവറിത്തിങ് സൂപ്പർ. അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ മുകേഷ് അംബാനിയുടെ ഒരു വൈഫിൻ്റെ ഒരു കാളി ദേവിയെ പറ്റിയുള്ള ഒരു ഡാൻസ് കണ്ടിരുന്നത്. അതിൽ ഞാൻ മനസ്സിലായി അത് വെറുതെ തള്ളിയതല്ല. ഷീ ഈസ് വെരി ഗുഡ് ഡാൻസർ, സൂപ്പറായിട്ടുണ്ട്. അദാനിയുടെ കോടികൾ ഗുജറാത്തിൽ എഴുതി തള്ളി ബാങ്ക്. പാവപ്പെട്ടവൻ എടുത്താൽ വീട് വന്ന് പൊക്കിക്കൊണ്ട് പോകും. അതാണ് നമ്മുടെ നാട്. അയാൾക്ക് അവർക്ക് സ്വന്തമായിട്ട് പ്രധാനമന്ത്രി ഉണ്ട്, നിങ്ങൾക്ക് അതുണ്ട്. നമ്മളൊക്കെ ലോൺ എടുത്താൽ നമ്മുടെ ബാങ്ക് വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകും. അവരൊക്കെ ലോൺ എടുത്താൽ ബാങ്ക് ജപ്തി ചെയ്യില്ല. എന്തുകൊണ്ടെന്നറിയാം? അവർക്ക് സ്വന്തമായിട്ട് പ്രധാനമന്ത്രിയുണ്ട്. നിങ്ങൾക്കതുണ്ടാ? നിങ്ങൾ സ്വന്തമായിട്ട് പ്രധാനമന്ത്രി വെക്കുകയാണെങ്കിൽ നാ പ്രോബ്ലം. നിങ്ങളുടെ ലോണും അവർ എഴുതി തള്ളും. അല്ലാത്ത പക്ഷം ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാകും എന്നാണ് ചുരുക്കം. അപ്പോൾ ശരി, നമ്മൾ ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലത്തെ ഒരു വിശേഷം, ഇന്നലത്തെ ഒരു ലൈവ് കണ്ടിട്ട് പലരും എനിക്ക് കുറേ കൊണ്ടുവന്ന് എൻ്റെ ടൈം ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ കേസ് ഇപ്പോഴും നിലനിൽക്കുക. അതിനെ പ്രതിക്ക് ഇപ്പോഴും ജാമ്യം കിട്ടിയിട്ടില്ല. പക്ഷെ ഇവളുടെ ഇത് അവസാനത്തെ കളിയാണ്. ഇനി പിള്ളേർ ബ്ലസ്സിംഗ് ആണെന്ന്, പെൺമക്കൾ ഉണ്ടാകുന്ന ബ്ലസ്സിംഗ് ആണ്. അതുകൊണ്ടായിരിക്കും എന്റെ പെൺമക്കളെ കടലിൽ താത്താൻ കൊണ്ടുപോയത്, കള്ളം കഴിവേറി. അതിനെതിരെ ഞാൻ DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. 38 പേജ് പരാതിയാണ് കൊടുത്തത്. അത് ഏറ്റുമാനൂർ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് SI അനൂപ് ഇവളെ കൊണ്ട് മേലാൽ എന്നെ ഉപദ്രവിക്കത്തില്ലെന്ന് എഴുതി വെപ്പിച്ചത്. ഇതൊക്കെ നടന്ന് വനിതാ പോലീസ് സ്റ്റേഷനിൽ ഇവളെ കൊണ്ട് എഴുതി വെപ്പിച്ചല്ലോ, എന്നെ ഇനി മേലിൽ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞ DYSPയുടെ നിർദ്ദേശപ്രകാരം കോട്ടയം വനിതാ പോലീസ് വനിതാ സെൽ അന്വേഷിച്ചിട്ട് ഇവളെ കൊണ്ട് അവിടെ എഴുതി വെപ്പിച്ചല്ലോ. ഇവളെ വരുത്തിച്ചല്ലോ അവരവിടെ. എനിക്ക് കാല് വയ്യ മാഡമേ എന്നും പറഞ്ഞ് കരഞ്ഞപ്പോ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. ഇവൾ വണ്ടി വിളിച്ചു വന്നു അവിടെ. അത് കഴിഞ്ഞ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഞാൻ ഊബർ വണ്ടിയാണോടി ഞാൻ പിടിച്ചു വന്നത്? ആടി ഊബർ വണ്ടിയാണോടി കൊച്ച ലെവലാതി? ബാക്കി പറ. പരാതി കൊടുത്തു. എനിക്ക് കാല് വയ്യ, താൻ എന്നെ എല്ലാം ചെയ്യും എന്ന് ചോദിച്ച അയാളെ എന്നിട്ട് കയറി CIയുടെ. അയാൾ പറഞ്ഞ് ഞാൻ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞ് ഇവള് മണ്ടി പിടിച്ചിട്ട് മുട്ടേനഴിഞ്ഞാണ്. എങ്ങനെയാണ് പണ്ടാരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ വന്നത്. സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ ഷെഫി ഇടുന്ന ടോപ്സൊക്കെ അവളുടെ ഷോപ്പിലെ ആണ് എന്ന്, ക്യാഷ് കൊടുക്കുന്നില്ലെന്നും. ചേച്ചിയുടെ ഉമ്മച്ചിയെ ലൈവിൽ കാണിക്കാവോ ഒരു ടൈം? ചേച്ചി ഇല്ലടേ, ഞാൻ ഓൾറെഡി ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. എനിക്കൊന്ന് പഴയ ചാനലിലാണ്. റീകളക്ട് ചെയ്തിടാൻ പറ്റുമെങ്കിൽ ഞാൻ അതിനകത്ത് വീണ്ടും കൊണ്ടുവന്നിട്ടേക്കാം. ഇത് നേരത്തെ ആയിരിക്കുന്നു. അംബാനിക്ക് നമ്മുടെ സ്വാതന്ത്ര്യമുണ്ടോ? നമ്മളാണ് ഭാഗ്യവാൻ. അത് സത്യം,
അത് എക്സാക്ട്ലി യു സെഡ് ഇറ്റ്. ഞാനിത് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തതെന്ന് വെച്ചാൽ പച്ചത്തെറി ഗ്രൂപ്പിൽ കിടന്ന് പറയുന്നുണ്ട്. അപ്പം ഒരു ഷോർട്ട് ഫോമിൽ ഞാനത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇതിന് ഞാൻ വലിയ രീതിയിൽ ഒരു 70ഓളം വീഡിയോ ചെയ്തത് എൻ്റെ കയ്യിൽ ബണ്ടിലായിട്ടിരിപ്പുണ്ട്. ഞാനത് പുതിയൊരു ചാനലുണ്ട്, എൻ്റെ ഒരു പുതിയ ചാനൽ തുറന്നിട്ടുണ്ട്, അതിനകത്തേക്ക് ഇതെല്ലാം അങ്ങോട്ട് ഡംപ് ചെയ്യും. ഐ ഡോണ്ട് വാണ്ട് ടു യൂസ് ദാറ്റ് ടോപ്പിക് ഇൻ ദിസ്. ഈ ഒരു ഇതിനകത്ത് ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻ്റർനെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്താണെന്ന് കൃത്യമായിട്ട് അതിനകത്തുണ്ട്. പിന്നെ ഇതിന് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഒരു സാധനം കൊണ്ടുവന്നിട്ടിട്ട് ചേച്ചി ഇതൊന്ന് കേട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് കേട്ട് നോക്കാം. എന്റെ പിറകിൽ നിന്ന് കുറ്റം പറയുന്നവരോട്, നിങ്ങൾ എന്റെ പിറകിലായി പോയത് എന്റെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങൾ പരിശ്രമിക്കാഞ്ഞിട്ടാണ്. മുന്നിൽ വന്ന് സംസാരിക്കും. എന്റെ പിറകെ നടക്കുന്നവരെക്കാൾ എനിക്കിഷ്ടം എന്നോടൊപ്പം നടക്കുന്നവരെയാണ്. എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ മനക്കെട്ട് നടക്കുന്നവരോട്. സാധാരണ മഹാന്മാരെ പറ്റിയാണ് നമ്മൾ പഠനങ്ങൾ നടത്താറ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം എന്നെ പറ്റിയുള്ള റിസർച്ചിന് ഉപയോഗിക്കുന്നതിൽ അഭിമാനമുണ്ട്. എന്റെ തെറ്റുകൾ എന്നോട് പറയാതെ നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞു നടക്കുന്നവരോട് നന്ദിയുണ്ട്. നിങ്ങളുടെ അതേ സ്റ്റാൻഡേർഡിലുള്ള പരദൂഷണവും കുറ്റം പറച്ചിലും ഇഷ്ടപ്പെടുന്ന കുറെ വള്ളിക്കെട്ടുകളെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ നിങ്ങളൊന്നും നന്നാവരുത് പ്ലീസ്. നിങ്ങളൊക്കെ നന്നായി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പ്രസക്തി എന്താണ്? എന്റെ പിറകിൽ നിന്ന് കുറ്റം പറയുന്നവരോട്, നിങ്ങൾ എന്റെ പിറകിലായി പോയത് എന്റെ കുഴപ്പം കൊണ്ടല്ല. അതായത് നിങ്ങൾ എൻ്റെ പിറകിലായി പോയത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല, നിങ്ങളെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ്. ഞാൻ അതുകൊണ്ട് മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ 1-2 കാര്യങ്ങൾക്ക് ഒരു വ്യക്തത തരാം. ഇനി അതിൽ കൂടുതലൊരു എക്സ്പ്ലനേഷൻ ഇതിനകത്ത് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ട് വരരുത്. ഓൾറെഡി 47 കേസിലെ പ്രതിയാണ് ഈ സ്ത്രീ. 47 കേസ് എന്ന് പറയുമ്പോൾ 2019 തൊട്ട് ഇവള് ജയിലിൽ പോയ സ്ത്രീയാണ്. കറക്റ്റാണോ? അതിനകത്തുണ്ട് ആളെന്താണെന്ന്. പിന്നെ അതിൻ്റെ പുറത്ത് ഇത്രയും അധികം ആൾക്ക് 47 പേര് മെനക്കെട്ട്. ഇപ്പം നമ്മളൊരു സ്റ്റേഷനിൽ പോകുമ്പോൾ ഒരു കേസ് കൊടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബുദ്ധിമുട്ട് അനുഭവിച്ച് നമ്മൾ ഈ കേസ് 47 പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 47 മനുഷ്യർക്ക് ഇവൾ ഉത്തരം പറയാം. വേണോ വേണ്ടേ? കേസ് നമ്പർ അത് ഞാൻ ഇന്ന് തന്നെ മോൻ വന്നിട്ട് ഞാൻ ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടേക്കാം എൻ്റെ മറ്റേ ചാനൽ. ഈ ചാനലിനകത്ത് ഞാൻ അതിൻ്റെ ലിങ്ക് വിട്ടേക്കാം, നിങ്ങൾ കയറി കണ്ടു നോക്കാം. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് മൈ ടൈം. സെക്കൻഡ് തിങ്, അവൾ ഇട്ടിരിക്കുന്ന തെറിച്ചി എന്ന് പറയുന്ന അതുമുണ്ട്, അതിൻ്റെ ലിങ്കും ഉണ്ട്. പക്കാ തെറി പറയുന്നതുണ്ട് ഈ പറയുന്ന ഗ്രൂപ്പിനകത്ത്. പിന്നെ ഞാൻ എൻ്റെ ഈ കമ്മ്യൂണിറ്റിയിൽ തന്നെ എൻ്റെ വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. 7025584843 ആണ് എൻ്റെ നമ്പർ. നിങ്ങൾ ഇതിനകത്തേക്ക് കയറി വന്ന് എന്നോട് ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള സാധനങ്ങൾ ഫിജോ ജോസഫ് ഈ പറയുന്ന എല്ലാ സാധനവും ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അയച്ചു തരുന്നതായിരിക്കും. ബിക്കോസ് ഞാൻ ഇത് നിയമപരമായി മുൻപോട്ട് പോകുന്ന ഒരു കേസാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ സാധനം എടുത്തു വെച്ച് കാണിച്ചിട്ട് അവർ ഇന്നലെ എൻ്റെ അടുത്ത് പോലീസ് വ്യക്തമായി പറഞ്ഞതാണ്, തിരിച്ചു പറഞ്ഞിട്ട് മാഡം വരരുത്, തിരിച്ച് മാഡം പറയരുത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, എൻ്റെ വ്യൂവേഴ്സിന് മനസ്സിലാകാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. 47 കേസുള്ള ഈ സ്ത്രീക്ക് കഴിഞ്ഞ മാസം ഡിസംബർ മാസത്തിൽ ഒരു കേസും കൂടെ വന്നിട്ടുണ്ട്. സെയിം പൈസ പറ്റിച്ച കേസാണ്. ഇത് തെളിവില്ലാതെ പറയുന്നതല്ല, ഇതൊക്കെ ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ ഇട്ടിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് വന്ന അവർക്ക് വേണ്ടിയിട്ട് റീ അപ്ലോഡ് ചെയ്യും. കാണിക്കുന്നതിന് എനിക്ക് കുറച്ച് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണേ. അപ്പം ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഇത് കാണിച്ചു തരാം. നമ്പർ പറയാം, നിങ്ങൾക്കത് നമ്പർ പോയി നോക്കാവുന്നതേ ഉള്ളൂ. 2023 വർഷം. ഓക്കെ, ഇങ്ങോട്ട് വന്നാൽ വേറെ പ്രശ്നം ഉണ്ടാകും നോക്കട്ടെ. ഓക്കെ, 1484 എന്ന രീതിയിൽ ഇതാണ് നമ്പർ. 2023 ഇതിനകത്ത് ഡേറ്റ് 2020 9/12/2000 വന്ന കേസാണ്. ഈ കേസിന് ആസ്പദമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആവലാതിക്കാരിക്ക് അന്യായ നഷ്ടവും പ്രതിക്ക് അന്യായ ലാഭവും ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും ആവലാതിക്കാരിക്ക് ഓൺലൈൻ വഴി തുണിത്തരങ്ങൾ അയച്ചു തരാം എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ആവലാതിക്കാരിയുടെ പാമ്പാടി SBI ശാഖാ നമ്പർ, കഞ്ഞിക്കുഴി കാനറ ബാങ്കിന്റെ ശാഖാ നമ്പർ എന്നീ ബാങ്ക് അക്കൗണ്ട് നമ്പറുകളിൽ ലിങ്ക് ചെയ്ത് അവരുടെ ഫോൺ നമ്പർ, ഗൂഗിൾ പേ നമ്പറിൽ നിന്നും പ്രതിയുടെ ഈ പറയുന്ന സ്ത്രീയുടെ നമ്പറിലേക്ക് 25/9/2023 17,095 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ക്യാഷ് തിരിച്ചു കിട്ടാതെ ആ സ്ത്രീ കൊടുത്ത കേസ് ലാസ്റ്റ് രജിസ്റ്റർ ചെയ്തതാണ് ഇത്. പിന്നെ ഈ കോട്ട് എന്നൊരു സംഗതിയുണ്ട്. ഈ കോട്ട് എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്കും ചെയ്യാം. ഈ കോട്ട് സർവീസ് എന്നാണ് അതിൻ്റെ പേര്.
അപ്പം ഈ ആപ്പിനകത്ത് കയറിയിട്ട് ഇവളുടെ പേര് അടിച്ചു കൊടുക്കുക, എന്തൊക്കെ കേസുകളുണ്ട് കൃത്യമായി അതിനകത്ത് വിവരമുണ്ട്. ലാസ്റ്റ് FIR ഇട്ടിരിക്കുന്നത് ഇവൾ കയറി താമസിച്ച് പിന്നെ കട നടത്തിയ കടക്കാരൻ കൊടുത്ത 2 ലക്ഷം രൂപയുടെ കേസാണ്. ഇവള് താമസിക്കുന്ന സ്ഥലം ഞാൻ പറയുന്ന കണക്ക് ധൈര്യമായിട്ട് പറയാൻ അവളെ കൊണ്ടൊക്കത്തില്ല. കാരണം പോലീസ് തേടി നടക്കുന്നത്, പോലീസുകാർ എന്നെ കാണുമ്പോൾ ചോദിക്കും അവളെ വീട് അറിയാമോ. ഞാൻ എപ്പോഴും പറയണത് എന്തെന്നറിയാം, സ്കൂളിൽ അവളെ കൊച്ചുങ്ങളെ കൊണ്ട് വിടുന്നുണ്ട്, അതുങ്ങൾ തിരിച്ചെങ്ങോട്ട് പോകുന്നോ അവരെ പിന്തുടർന്ന് പോയാൽ വീട് കിട്ടും. ഞാൻ പോകാറില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ അങ്ങനെ പിന്തുടർന്ന് പോയി പിടിക്കാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആരുടെയും പിന്നാലെ സഞ്ചരിക്കുന്നതിൻ്റെ സ്വഭാവമല്ല. ഞാൻ മുൻപേ സഞ്ചരിക്കുന്നവളാണ്, എൻ്റെ പിറകെ സഞ്ചരിക്കുന്നവർ അവിടെ സഞ്ചരിച്ചോട്ടെ. അപ്പം ഇത്രയും ക്രിമിനൽ കേസുകളിൽ ഇന്നും ലൈവായി, ഇപ്പം ജനുവരി, ഫെബ്രുവരി, ഇത് മാർച്ച്, 2 മാസം മുമ്പ് പോലും ഏറ്റുമാനൂർ സ്റ്റേഷനിൽ ഒരു FIR ഇട്ട് ഇവൾക്കെതിരെ ഇതുപോലെ പണത്തട്ടിപ്പ് കേസ് ഉള്ള ഒരു സ്ത്രീ ഇരുന്നുണ്ട്. ഒരു കേസ് പോലും ഇല്ലാത്ത എന്നെ പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചു, എനിക്കതിനകത്ത് ഒരു കുഴപ്പമില്ല. പിന്നെ എൻ്റെ വിവാഹം, വിവാഹേതര ബന്ധം, എൻ്റെ ഭർത്താവിൻ്റെ പ്രശ്നം, എൻ്റെ തുണിയില്ലാത്ത ഫോട്ടോ, ഇതൊക്കെ ബോധർ ചെയ്യേണ്ടത് എൻ്റെ മകനാണ്, എൻ്റെ ഉമ്മാണ്, എൻ്റെ സഹോദരങ്ങളാണ്, എൻ്റെ ഭർത്താവാണ്. പിന്നെ അദ്ദേഹവുമായിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. വിസ തട്ടിപ്പിനാണ് അകത്ത് പോയത്. അകത്ത് പോയതാണ് മാപ്പിളയും പെണ്ടാട്ടിയും കൂടെ പോലീസ് പിടിച്ച് അകത്താക്കിയതാണ്. മറുനാടൻ മാത്രമല്ല, മാതൃഭൂമി, മലയാള മനോരമ, ദീപിക, ഇതിലൊക്കെ അച്ചടിച്ച് വന്നെന്ന് മറുനാടൻ പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ റീസെന്റ് അങ്ങ് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ മാത്രം കണ്ടെത്തിയ വാർത്തയല്ല, ഇത് എല്ലാ പത്രത്തിലും അച്ചടിച്ചു വന്നു. സിറ്റി പോലീസ് കമ്മീഷണറുടെ അയാളുടെ ഔദ്യോഗിക പേജിൽ ഇവർ രണ്ടുപേരുടെയും ഫോട്ടോ വെച്ച് ദമ്പതികൾ തട്ടിപ്പ് നടത്തി എന്ന് വന്നിട്ടുണ്ട്. SP എന്നെയല്ല വരട്ടിയത്, നിന്നെയാണ് വരട്ടിയത്. ഇതിൻ്റെയൊക്കെ ക്ലിയർ ഡോക്യുമെന്റ്, ഡാറ്റാസ് ഉൾപ്പെടെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ഇന്നലെ കിട്ടിയ ഒരെണ്ണത്തിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. നീയാണ് ആ ഫോട്ടോ സ്പ്രെഡ് ചെയ്യണമെന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവളാണ് എൻ്റെ ഫോട്ടോ, തുണിയില്ലാത്ത ഫോട്ടോ ഉണ്ടെന്നും അത് വിനുവിൻ്റെ സുഹൃത്ത് ഷെഫീഖ് അഹമ്മദ് കൊടുത്തുവെന്നും അത് ഇവള് കൊണ്ടുവന്ന് ലവന് കൊടുത്തുവെന്നും ഒക്കെ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയില്ലേ? ഇവരാരാണ്, ആരെ കൊണ്ടാണ് ഇത് ചെയ്യിക്കണേന്നുള്ള കൃത്യമായ കാര്യം പ്രോപ്പറായിട്ട് അവൾ തന്നെ വന്ന് പറഞ്ഞില്ലേ. ഇനി നിങ്ങൾ തീരുമാനിച്ചിട്ട് എന്താ ചെയ്തു. എന്നെ പറഞ്ഞാൽ, എൻ്റെ പേരുപയോഗിച്ചാൽ, എന്നെക്കുറിച്ച് തെറിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂ കിട്ടും. കണ്ട് ഈ വെള്ളം മറക്കുന്നവരും അത്യാവശ്യം വാണം അടിക്കണമെന്നുള്ളവരൊക്കെ അവിടെ പോയിരുന്ന് കണ്ട് വാണം അടിക്കട്ടെ. ഷെബീനക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതിന് മറുപടി നിയമപരമായാണ് ഞാൻ ചെയ്യുന്നത്. അതിനെനിക്ക് പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് പലയിടങ്ങളിൽ ഞാൻ മൗനമായിട്ട് ഇരിക്കുന്നത്. കാരണം എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കേസ് എടുക്കൂല, എന്നെ ഓടിച്ചു വിടുമെന്ന്. അപ്പം അത് വേണ്ട. മാത്രമല്ല, ഒന്നാമത് നമ്മൾ പറഞ്ഞ തെറി ഇവരെ പറഞ്ഞൊന്നും പറഞ്ഞിട്ട് ഇപ്പം കാദർ കരിപ്പൊടി എടുത്തിട്ടതില്ലേ, ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ഒരു സംഖ്യ തെറി വിളിച്ചതാ. അത് അവൻ്റെ മക്കളെ തെറി വിളിച്ചതാക്കി പറഞ്ഞ് അവൻ വീഡിയോ ചെയ്തു. നിങ്ങൾ എത്ര പേര് വിശ്വസിച്ചു? എല്ലാവരും വിശ്വസിക്കും. ഞാൻ അവനെ ഇന്നവരെ ഫോണിൽ സംസാരിച്ചിട്ട് അങ്ങനെ ഞാൻ അവനെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പബ്ലിക്കായിട്ട് പറയണോ കേസ് കൊടുക്കണോ? അവൻ്റെ കുട്ടികളെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് പബ്ലിക്കായിട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കണോ, അതോ അവൻ്റെ ചാനലിൽ കൂടെ പറയണോ? അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അത് ഞാൻ അവനെ പറഞ്ഞതല്ല. അവനെ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടില്ല, അവൻ്റെ അടുത്ത് യാതൊരു രീതിയിലും ഒരു ഇടപാടില്ല, ഒന്നുമില്ല. അവൻ്റെ ഇൻസ്റ്റാഗ്രാമോ ഒന്നിലും ഞാൻ പോയിട്ടില്ല, ഇന്നും ഇല്ല. എനിക്കതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. എൻ്റെ കുട്ടികളും ഇതുപോലെ ഒരു ഊരാക്കെടുക്കിലും പോയി ചാടിയിട്ടുമില്ല. മനസ്സിലായോ? പിന്നെ കൊച്ചിൻ്റെ കേസുകൾ, അതായത് എൻ്റെ മക്കൾ, എൻ്റെ 2 ആൺകുട്ടികൾ, അവർ ചെറുതായി തന്നെയാണ് വലുതായിട്ടുള്ളത്. ഇന്നേ വരെ എൻ്റെ മക്കളെ ഒരാളും ശാരീരികമായി മിസ്യൂസ് ചെയ്തിട്ടില്ല. അതായത് എൻ്റെ മക്കളെ ഏതെങ്കിലും ഒരുത്തൻ പിടിച്ചു വെച്ച് ഏതെങ്കിലും രീതിയിൽ ചെറിയ പ്രായത്തിൽ മിസ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ തന്നെ കുറ്റമാണ്. അമ്മ എന്ന നിലയിൽ ഞാനൊരു തോൽവിയാണ്. എൻ്റെ മക്കളെ ആരെങ്കിലും പോക്സോ കേസ് എന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ അമ്മ എന്ന നിലയിൽ തോൽവിയാണ്. എൻ്റെ കുട്ടിയിൽ ആരെങ്കിലും റേപ്പ് ചെയ്താൽ ഞാൻ തോൽവിയാണ്. ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് അത് സംഭവിച്ചിട്ടുള്ളത്. കുട്ടിയുടെ കാര്യമാണ് പറയണത്, 18 വയസ്സിന് അണ്ടറിലുള്ള കുട്ടികളുടെ കാര്യമാണ് പറയണത്. അത് ഒരു കാരണവശാലും എൻ്റെ കുഞ്ഞിനെ ഒരാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ജീവിക്കാൻ പോലും അനുവദിക്കത്തില്ല. അതെൻ്റെ രീതിയാണ്. കേസ് പോലും കൊടുക്കില്ല. ഞാൻ അവനെ ജീവിക്കാൻ അനുവദിക്കില്ല. അവനായാലും അവളായാലും ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല. അതെൻ്റെ രീതിയാണ്. പകരം നിനക്കൊരു ശത്രു ഉണ്ടെങ്കിൽ, ഇപ്പം എനിക്കൊരു ശത്രുവുണ്ട്, ആ ശത്രുവിനെ അടിക്കാൻ എൻ്റെ മോനെ കൊണ്ട് ഒരു പോക്സോ കൊടുപ്പിക്കും എന്നുള്ളത് ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടിയാണ്. ആ നടപടി ഇന്നവരെ ഞാൻ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യാനും പോകുന്നില്ല. എത്ര തന്നെ ശത്രുത ഉണ്ടെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിപ്പിക്കുന്ന ആ വൃത്തികെട്ട പരിപാടി ഞാൻ ചെയ്യത്തില്ല. എന്തുകൊണ്ട് ചെയ്യില്ല? അതിലുണ്ടാകുന്ന നാണക്കേട്, സത്യമില്ലായ്മ, ഇതൊക്കെ എന്നെ ബാധിക്കും. നാളിതുവരെ ഞാൻ നിലനിൽക്കുന്നത് തന്നെ
സത്യത്തിൻ്റെ പുറത്താണ്. കളവ് പറഞ്ഞ് കള്ളത്തരം കാണിച്ചും എനിക്ക് ശീലമില്ല. പിന്നെ അഡ്വക്കേറ്റ് ആണോ അല്ലയോ എന്നുള്ള ചോദ്യം. അതിന് മുമ്പൊരു കാര്യമുണ്ട്, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം. പിന്നെ ആസ്ട്രേലിയയിലേക്ക് ആളുകൾക്ക് ഫേക്ക് ഡോക്യുമെന്റ്, അതായത് വിസയുടെ ഫേക്ക് ഡോക്യുമെന്റ് കൊടുത്താണ് പൈസ വാങ്ങിച്ചിട്ടുള്ളത്. 7 ലക്ഷം രൂപ പറ്റിച്ചതിന് പോത്തുകൽ മലപ്പുറത്തിട്ട് അവളെ പിടിച്ചിട്ടുണ്ട് നാട്ടുകാരെ പിടിച്ച് പോലീസ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അത് നെറ്റിലുള്ള സാധനമാണ്. ഷെവി പോകാൻ അത് ഓക്കെ, അത് ഞാൻ ഇത് ലാസ്റ്റ് ഇതാണ്, ഞാൻ പിന്നെ പറയുന്നില്ല. അതുകൊണ്ട് നാട്ടുകാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു കൊടുത്തതാണ് ഈ കേസിന്. ഇവന്റെ കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കുന്നവരെ പറ്റി പോലും അങ്ങനെ മോശം പറഞ്ഞ കണ്ണ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരെയും കൂടെ ഇൻസൾട്ട് ചെയ്ത് ആ രീതിയിലൊക്കെ കാണിച്ചത് നെറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. നെറ്റിൽ അവൈലബിൾ ആയ സാധനം നിങ്ങൾ കാണിക്കാൻ പോകുന്നതിന് മുമ്പ് കാണിക്കാം, ഓർമ്മിപ്പിച്ചാൽ മതി ഒന്നും കൂടെ. ഇത് ചെയ്ത സ്ത്രീക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ എത്ര പാടടി. PDF-ൽ നീ എന്ത് കുണ്ണാപ്ലിക്കേഷൻ ചെയ്തു എന്നല്ല അതൊന്നും വിശ്വസിക്കാൻ എൻ്റെ അടുത്ത് പറയരുത്. കാരണം എനിക്ക് സോളിഡ് എവിഡൻസ് ഉള്ളതാണ്. കൊറോണ വരുന്നിടം വരെ, കൊറോണ ടൈമിൽ ആ സ്ത്രീ മരിക്കുന്നിടം വരെ അവർ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. നിന്റെ കൂടെ താമസിക്കുന്ന നിന്റെ വെപ്പാട്ടൻ, അവളുടെ ഭർത്താവ് തന്നെയായിരുന്നു അയാൾ. നീ ഇടിച്ചു കയറി നിന്റെ ഈ 3 എണ്ണത്തിനെ ഉണ്ടാക്കിയത് ഇല്ലീഗലായിട്ട് തന്നെയാണ്. അത് ഞാൻ ചെയ്തു എന്ന് പറയുന്നത് നിനക്ക് തലയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്. എൻ്റെ വീട്ടിലോ എൻ്റെ ഭർത്താവോ, ഇനി എനിക്ക് 2 ഭർത്താവ് ഉണ്ടെങ്കിൽ അവരിൽ 3 ഉണ്ടെങ്കിൽ അവരാരെങ്കിലും വന്നൊരു കംപ്ലൈൻറ്റ് ചെയ്താൽ നീ പറയുന്നിടത്ത് ന്യായമുണ്ട്. ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. നീ ഹണി ട്രാപ്പ്, എൻ്റെ വിനു ഹണി ട്രാപ്പ് ഞാൻ ചെയ്തെങ്കിൽ അത് വിനു കംപ്ലൈൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല വിനുവിൻ്റെ അമ്മ കംപ്ലൈൻറ്റ് ചെയ്യണം. വിനുവിൻ്റെ ബ്രദർ ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, ആ ഫാമിലി ഫുള്ളുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കരമായിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കണം, വിനുവിനെ ഞാൻ ഹണി ട്രാപ്പാണ് ചെയ്തതെന്ന്. സെബാസ്റ്റ്യനാണ് വിനുവിൻ്റെ അച്ഛനെന്ന് നീ DNA നടത്തി തെളിയിക്കുകയും വേണം. ഇതൊന്നും ഇല്ലാത്തടത്ത് ഏറിയെന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇന്നാ പിടിച്ചോ. നീ എൻ്റെ കുടുംബ പാരമ്പര്യവും കുടുംബ ചരിത്രവും വക്രീകരിച്ച് വളച്ചൊടിച്ച് നിന്നെ പോലെ ആക്കിക്കൊണ്ടുവരുന്നിടത്ത് ഞാൻ ജയിച്ചു എന്നർത്ഥം. കാരണം നിനക്കൊരു പോയിന്റ് പറയാമല്ലോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങൾക്കും കൃത്യമായ എവിഡൻസ് ഉണ്ട്. FIR നമ്പരാണ് ഞാൻ പറഞ്ഞത്. നിനക്കെതിരെ ഞാനിട്ട കേസുമല്ല, 17,000 സംതിങ് കൊടുക്കാനുള്ളത് FIR നമ്പർ ഉൾപ്പെടെ പറഞ്ഞത്. 1,30,000 രൂപ എൻ്റെ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. 1,30,000 രൂപ എൻ്റെ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. ഈ കേസുമായിട്ട് ഞാൻ സ്റ്റേഷനിൽ പോകുമ്പോഴാണ് അവിടെ കോംപ്രമൈസ് എഴുതി വെച്ചത്. എനിക്ക് ആ പൈസ വേണ്ടാന്ന് പറഞ്ഞു. എന്തുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു? പൈസ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എൻ്റെ മകനാണ്. മനസ്സിലായോ? ഈ വിഷജന്തു എൻ്റെ കുട്ടീനെ പെടുത്തു. എനിക്ക് താല്പര്യമില്ലാത്തത്. എൻ്റെ കുട്ടീനെ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്നത് താല്പര്യമില്ല. കാരണം അവൻ വന്ന് മൊഴി പറയണം, അവൻ ആ പേരിൽ വരണം. വാദിയായിട്ട് പോലും എൻ്റെ കുഞ്ഞ് ഇതുപോലൊരു ചീള് കേസിൻ്റെ കൂടെ പേര് ചേർക്കപ്പെടുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. എനിക്ക് സുഖമില്ലായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്നത്തെ അവസ്ഥ പോലും ഇല്ല. ഞാൻ വീൽ ചെയറാണ്. അപ്പോൾ എനിക്ക് എഴുന്നേറ്റ് പോയി ബാങ്കിൽ നിന്ന് പൈസ വലിക്കുക, എല്ലാ ഫിനാൻഷ്യൽ എല്ലാം നോക്കണം എൻ്റെ മകനാണ്. അപ്പോൾ എൻ്റെ മകൻ്റെ പേര് വരുമെന്ന് അന്നത്തെ SIയുടെ വാട്സപ്പ് ചാറ്റ് ഉണ്ട് ഇതിനകത്ത്. അയാളത് കൃത്യമായി അതിനകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതാണ് മാഡത്തിന് ഇതുമായിട്ട് മുൻപോട്ട് പോകാം. അതൊരു വിഷമാണ്. മാഡം ഫേസ് ചെയ്യുന്ന കണക്കല്ല, കുഞ്ഞ് ഫേസ് ചെയ്യാൻ പോകുന്ന വേറെ ആയിരിക്കും. ഇവളും അവളും തമ്മിലുള്ള അവിഹിത ബന്ധമുണ്ടെന്ന് വരെ പറയും. അങ്ങനെ വരെ വന്നുകളയും. അത് വേണമോ? കുഞ്ഞിൻ്റെ ഭാവി എന്നെ അയാൾ പേടിപ്പിച്ചു എന്നുള്ളത് വാസ്തവം. ഞാൻ എഴുതി കൊടുത്ത് ഒഴിഞ്ഞുപോയി. 8 മാസത്തിന് ശേഷം ദുബായിലിരുന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ദുബായ് ജയിലിലാണെന്ന് പറഞ്ഞ് കുറേ അധികം പ്രചരണങ്ങൾ നടത്തി. ദുബായിൽ തന്നെ ബാൻ ചെയ്യുന്ന പ്രചരണം നടത്തുന്നു. ആരെങ്കിലും, എൻ്റെ പാസ്പോർട്ട് ഇപ്പോഴും വാലിഡാണ്, അത് എക്സ്പയറും ആയിട്ടില്ല. എൻ്റെ പാസ്പോർട്ട് കോപ്പി അവളെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരു വിസ എടുത്ത് തന്നാൽ ഞാൻ ദുബായി പോയി തിരിച്ച് വന്ന് അത് പ്രൂഫ് ചെയ്ത് തരാം. അതിൽ കൂടുതലുമില്ല. ബാൻ ചെയ്ത എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റുമോ ഇല്ലെന്ന് ഞാൻ പ്രൂഫ് ചെയ്ത് തരാം. ആരെങ്കിലും ഒരു ടിക്കറ്റോ വിസയൊക്കെ എടുത്ത് കാണിച്ചു തന്നാൽ മതി. ഐ എം റെഡി ടു ഗോ ദെയർ. മനസ്സിലായല്ലോ? അപ്പോൾ പറയുന്നതൊക്കെ കളവുകളാണെന്ന് കൃത്യമായ തെളിവ് ഉൾപ്പെടെയാണ്. എൻ്റെ ഉമ്മ പഞ്ചായത്ത് മുഴുക്ക കയറിയാണ് എന്നെ ഉണ്ടാക്കിയത്. ആയിക്കോട്ടെ, ഉമ്മ പഞ്ചായത്തല്ല സ്റ്റേറ്റ് ലെവലിലോ വിദേശത്തോ ഒക്കെ പോയി ഉണ്ടാക്കിക്കോളെ. എൻ്റെ അമ്മയുടെ മകളാണ് ഞാൻ. എൻ്റെ അച്ഛൻ്റെ മകളെന്ന് പറയുന്നതിനേക്കാൾ അഭിമാനം എനിക്ക് എൻ്റെ ഉമ്മച്ചിയുടെ മകൾ എന്ന് പറയാൻ അഭിമാനമാണ്. അതിന് DNA വേണ്ടല്ലടി, അതാ വയറ്റിൽ നിന്ന് തന്നെ വന്നതല്ലേ. എൻ്റെ ഉമ്മായിയുടെ മകളാണ്, സുൽഫത്ത് ബീവിയുടെ മകളാണ് ഞാൻ. എനിക്കതിൽ അഭിമാനമാണ്. ഈ അച്ഛൻ എത്രയാകട്ടെ, അതെൻ്റെ ഉമ്മയുടെ ഗഡ്സ്, അവരുടെ കപ്പാസിറ്റി. ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ കൺസേൺ. മനസ്സിലായോ? വിനുവുമായിട്ടുള്ള പിന്നെ ഹായ് റിയൽ മൈൻഡ്. ഇനി വിനുവുമായിട്ടുള്ള ഒരു വിഷയം, വിനുവുമായിട്ടുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിനുവുമായിട്ടുള്ള വിവാഹമില്ല, സിന്ദൂരം ഇട്ടുകൊണ്ടിരുന്ന കല്യാണമാകത്തില്ല,
ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങൾ കമന്ന് കിടന്ന് ചെയ്യേ, നിന്ന് ചെയ്യേ, നടന്ന് ചെയ്യേ, ബാത്റൂമിനകത്ത് വേറെ കളിക്കേ, ഇതൊക്കെ ഞങ്ങൾ ചെയ്യട്ടെ. നീ ഈ പുറകെ നടക്കണ എന്തിനടി? നീ എൻ്റെ പുറകെ ഇങ്ങനെ നടക്കണ എന്തിനടി? നിനക്ക് എന്തിനു വേണം? ഇത്രയും വേദന നിനക്ക് എന്തുണ്ടാവുന്ന? ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ നിനക്ക് ഇളവുന്ന നീ രഹസ്യമായി ചെയ്യുന്നു, ഞാൻ പരസ്യമായിട്ട്. അത്രയേ ഉള്ളൂ. നീ രഹസ്യമായി ഒരു കൊണാണ്ടറിനെ അവിടെ വെച്ചിട്ട് സയ്യദെന്ന് പറഞ്ഞ ഒരുത്തനുമായിട്ട് പണ്ണുന്നു. എനിക്കങ്ങനെ ആ ചെറുപ്പത്തിലുള്ള ഒരുത്തനെ വേണമെന്ന് അയാളെ വിവാഹം കഴിച്ച് കൂടെ ചെയ്യുന്നു. സർട്ടിഫിക്കറ്റ് നീ കൊണ്ടുവന്ന് കാണിച്ച ഉണ്ണാക്കി സർട്ടിഫിക്കറ്റ് ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല. ഞാനും എൻ്റെ സർട്ടിഫിക്കറ്റിനോട് കാണിക്കുന്നില്ല. നീ ആര്? ജില്ലാ ജഡ്ജാ? നീ ജില്ലാ ജഡ്ജാ? പിന്നെ എൻ്റെ അഡ്വക്കേറ്റ് എന്നുള്ളത് എവിടെയെങ്കിലും ഇപ്പം ഞാൻ അഡ്വക്കേറ്റ് ആകും കമ്മിങ് സൂൺ, ഒരു 2-3 വർഷത്തിനുള്ളിൽ ഞാൻ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. പക്ഷെ ഞാൻ അഡ്വക്കേറ്റ് ആണെന്ന് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അഡ്വർടൈസ്മെന്റ് കമ്പനിയാണെന്നാണ് ഷെഫീന സീസ്. നിങ്ങൾ ആർക്കും പ്രൂഫ് കൊടുക്കണം, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളെ അറിയുന്നവർക്ക് നിങ്ങളെ അറിയാം, അത്രയേ ഉള്ളൂ. അപ്പം ഇനി ഒരു കാരണവശാലും ഞാൻ എവിടെയും അഡ്വക്കേറ്റ് ആണ് എന്നും ഞാൻ എവിടെയും പറഞ്ഞു. പക്ഷെ ഇവൾ മലപ്പുറത്തെ ഒരു സ്റ്റേഷനിൽ പോയി ഞാൻ വക്കീലാണെന്ന് പറയാറുണ്ട്, ഞാൻ മാധ്യമ പ്രവർത്തകയാണെന്ന് പറയാറുണ്ട്. നീ ഏത് മാധ്യമത്തിൽ പ്രവർത്തിച്ചടി? പ്യൂണായിട്ട് ജോലി ചെയ്തതാണ്. പിന്നെ സ്വന്തം ദേശം കോട്ടയത്താണ് ഇവൾ അഡ്മിഷൻ എടുക്കുന്നത്. ഈ വീട് എനിക്ക് എടുത്തുന്ന ഒരു ബ്രോക്കറാണ്. I paid 1 month broker fee. Then I paid you also. Whatever job നീ എനിക്ക് എന്ത് ചെയ്തെന്നോ ആ സർവീസിന് I paid you. നീ വെറും ഒരു ബ്രോക്കറാണ്. എന്തരാണ്? മാമ പണിയായിരുന്നു നിൻ്റെത്. സ്കൂളിൽ അഡ്മിഷൻ വാങ്ങി തന്നോ? I paid you 1,30,000. I paid you already. പൈസ വാങ്ങി നക്കിയില്ലേ? മാമാ പണിക്കല്ലേടി? അത്രയും പൈസ തന്നിട്ടില്ല ഞാൻ മാമാ പണിക്ക്. 10,000 രൂപ തരേണ്ട കാര്യമേ ഉള്ളൂ. നീ അഡ്മിഷൻ വാങ്ങി തന്നെന്ന് പറഞ്ഞ് ഉണ്ടാക്കല്ലേ. ഈ പറയുന്ന ഫാദറിനെ ഇന്റർവ്യൂ എടുത്ത് ഞാൻ കൊണ്ടുവന്നിടും. അവിടെ എൻ്റെ കുട്ടി പഠിക്കണമെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കാണിക്കണം. അത് എലിജിബിൾ ആയിരുന്നു, കുട്ടി എഡ്യൂക്കേഷനിൽ ഓക്കെ ആയിരുന്നു, എനിക്കവിടെ അഡ്മിഷൻ കിട്ടി, ഫീസ് ഞാനാ കൊടുത്തത്. 4.5 വർഷം ഒരു വീട്ടിൽ താമസിച്ചു, ഫ്ലാറ്റിൽ. നീ എന്ന ശവം പുറകിലുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് എനിക്ക് വീട് മാറാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. സൗകര്യക്കുറവിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് വളരെ സൗകര്യക്കുറവാണ്. ഹായ് പവർ ബ്രോ. അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഒരു മുറിയും ഒരു ഹാളും മാത്രമുള്ള ഒരു വീടിനകത്ത് 4.5 വർഷം ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. എന്തുകൊണ്ട്? മാറിയ അവള് പറയും ദാ മാറ്റിയേ ഞാൻ ജയിച്ചേന്ന് പറയും. ഇനി നീ അത് പറഞ്ഞാലും എനിക്കൊരു പിണ്ണാക്കുമില്ല. എൻ്റെ വീട്ടിൻ്റെ ഫോട്ടോ നീ എൻ്റെ പിറകെ നടന്നല്ലടി കിട്ടുന്ന. കൊച്ചു സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുന്നിടത്ത് ഞാൻ എവിടെ വീടെടുത്താലും നിനക്ക് എൻ്റെ അഡ്രസ്സ് കിട്ടും. ഇന്നലെ ഞാൻ പോയത് ഞാൻ വീട് മാറി എന്ന വിവരം അറിയിക്കാനും എൻ്റെ സ്റ്റേഷൻ അതിർത്തി ഏതെന്ന് അന്വേഷിക്കാനുമാണ്. ഞാൻ അങ്ങനെയാണ്. ഞാൻ വീട് മാറിയ ഇൻഫോർമേഷൻ പോലീസിന് ആദ്യം കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്നറിയാം? അവർക്ക് ഒരു തെറ്റിദ്ധാരണ വരും ഞാൻ ഓടിക്കളഞ്ഞു. പക്ഷെ നിനക്കത് കൊടുക്കാൻ പറ്റൂല. നിനക്കിപ്പോഴും ഫോർവി കോട്ടേജ് അമ്മയുടെ നെഞ്ചത്ത് എന്നാണ് നിന്റെ അഡ്രസ്സ്. നിനക്കൊരു അഡ്രസ്സ് സ്ഥിരമായിട്ട് എവിടെയെങ്കിലും കൊടുക്കാൻ പറ്റൂ? ഇല്ല. എന്തുകൊണ്ടില്ല? നിന്നെ പോലീസ് മിനിറ്റിൽ പൊക്കും. കേസ് രജിസ്റ്റർ ആയി നിൽക്കുന്ന നീ പറയുന്നതാണ് വേദവാക്യം. അപ്പുറത്തെ പെണ്ണുങ്ങൾ പറയും എനിക്കൊന്നും പറയാനില്ല. അത് കേട്ട് വിശ്വസിച്ചിട്ട് അറുമായിച്ചിട്ടിരിക്കുക. ഈ പറയണ തെറിച്ചി എന്താ പദം ഒന്ന് അതുപോലെ എൻ്റെ കോപ്പിയടിയാണ്. എന്നെ നോക്കി എന്നെ പോലെ ആകാൻ ശ്രമിച്ച് എൻ്റെ കോപ്പി അടിച്ച് എന്നെ ഇങ്ങനെ കോപ്പി അടിച്ച് വെള്ളം ഇറക്കി നീ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ആത്മാഭിമാനം മാത്രമേ ഉള്ളൂ. പറയാനൊരു വേർഡ് പോലും നിനക്ക് എൻ്റെ നിന്ന് കോപ്പി അടിക്കണം. യു ആർ എ കോപ്പി റൈറ്റർ. അത് എച്ചീമിക്കുട്ടി പറഞ്ഞാണ്. നീ ആദ്യം ഫേമസ് ആയത് കുറേയധികം ലേഖനങ്ങൾ എഴുതിയാണ്. ഈ ലേഖനങ്ങൾ എൻ്റെതാണെന്ന് എച്ചീമിക്കുട്ടി അവകാശപ്പെട്ടെടുത്ത് നീ ആദ്യം നാറി. ഇതിനെതിരെ സംസാരിച്ച എല്ലാ പെണ്ണുങ്ങളെയും നീ അപമാനിച്ചു. നിന്റെ ഒരു ഫേസ്ബുക്ക് ഈ ID ഇപ്പോഴും അവിടെ ഉണ്ട്. നിനക്കത് കയറാൻ പറ്റുന്നില്ല. അത് മറ്റവർ കയറി ഹാക്ക് ചെയ്ത് അവരവരുടേതായ രീതിയിൽ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതിനകത്ത് പോയി നോക്കിയാൽ ഒരു 100ഓളം പെൺകുട്ടികളെങ്കിലും നീ വ്യക്തിഹത്യ ചെയ്തിട്ടുണ്ട്. നിന്റെ കൂടെ താമസിച്ച ശ്രീവിജി സൂയിസൈഡ് ചെയ്തു. എനിക്കെതിരെ ഒരു പെണ്ണൊന്ന് ടോൺസി പതുവ അവൾ വന്ന് എനിക്കെതിരെ സാക്ഷി തന്നു. ആ പെണ്ണും സൂയിസൈഡ് ചെയ്തു. ഇത് രണ്ടുപേരും സൂയിസൈഡ് ചെയ്യുന്ന വിത്തിൻ മന്തിലാണ്, മാസത്തിന്റെ ഡിഫറൻസിലാണ് സൂയിസൈഡ് ചെയ്യുന്നത്. ഈ ശ്രീവിജി എൻ്റെ അടുത്തൊരു ഇൻഫോർമേഷനും കൊണ്ട് തന്നിരുന്നു നിന്റെ ഫാദറിനെ പറ്റിയിട്ടുള്ളത്. സോ ഇവർ രണ്ടുപേരും സൂയിസൈഡ് ചെയ്ത് എന്താണെന്ന് പോലീസ് അന്വേഷിച്ചാൽ കാര്യം കിട്ടും. എനിക്കറിയത്തില്ല. നിന്റെ കൂടെ നിന്റെ ഭക്ഷ്യ സശിയായിട്ട് നിന്ന്. അപ്പൊ എനിക്കിനി മുംതാസിനോട് പറയാൻ ഇത്രയേ ഉള്ളൂ. കൂടെ നിന്നവർക്കൊക്കെ സൂയിസൈഡ് മരണമാണ് അവൾ നിർദ്ദേശിക്കുന്നത്. അത് നിനക്കും ഉണ്ടാകും. ഇത് ഞാൻ പറഞ്ഞു വെക്കുന്നത് നിന്റെ മരണത്തിലോ നിന്റെ സൂയിസൈഡിനോ ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ. കാരുടെ മുംതാസേ നീ
എൻ്റെ മോളെ ഫോട്ടോ ഇട്ടപ്പോൾ നന്ദാ എൻ്റെ മോനെ പറഞ്ഞ എനിക്ക് നാവ്, അപ്പം എൻ്റെ മോളെ ഫോട്ടോയും ഞാൻ ഇടും, അവിടെ ഇട്ടുള്ളൂ, ഞാൻ പബ്ലിക്ക് കൊണ്ടുവന്ന് ഒട്ടിച്ച് വെക്കും, എൻ്റെ വീട് അഡ്രസ്സും കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് സ്റ്റാറ്റർ അടിച്ച് വെക്കും. അവളതാണ് ചെയ്യുന്നത്, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ, ഞാൻ പേടിക്കണം, ഞാൻ ചെയ്യത്തില്ല, പോട്ടെ. ഇത് എന്താ പ്രശ്നം അത് നിങ്ങൾക്ക് മനസ്സിലാക്കി. ചേച്ചി ഒപ്പം ഞങ്ങളുണ്ട്. താങ്ക് യു അത്തൂസ് വ്ലോഗ്, ലവ് യു. നല്ല ശബ്ദങ്ങളെ ചിലർ ഭയപ്പെടും, അത് ഈ കാലഘട്ടത്തിൻ്റെ പോരായ്മയാണ്. ഒരു ഹായ് തരുമോ ചേച്ചി? അത് എന്തോന്നാവട്ടെ, നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് പോകും. ഇനിയിപ്പം ബിഗ് ബോസ് ഓപ്പൺ ആവാൻ പോവുകയാണ്. സോ നമ്മൾ എന്തായാലും അതിൻ്റെ റിവ്യൂമായിട്ട് മുന്നോട്ട് പോകും. സമകാലിക വിഷയങ്ങളായിരിക്കും നമ്മളുടെ സബ്ജക്റ്റ്. ഇത് പാടി ഇരിക്കട്ടെ. പക്ഷേ എവറി ഡേ ഒരു 5 മിനിറ്റ് ഞാൻ അവൾക്ക് വേണ്ടി മാറ്റി വയ്ക്കും. ബിക്കോസ് സമ്മോൺ നീഡ് സം സോർട്ട് ഓഫ് ക്ലാരിഫിക്കേഷൻ. അപ്പം നമ്മൾ ആ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഞാനൊരു കൃത്യമായ വിവരണം തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 1 കോടി വിലയുള്ള എൻ്റെ 1 ഏക്കർ പറമ്പ് സ്വത്ത് പ്ലെഡ്ജ് ചെയ്ത് 2 കോടി രൂപ അടിച്ചു മാറ്റാൻ നോക്കിയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ വൈരാഗ്യമാണ് ആ കാണിക്കുന്നത്. എന്താണ് വൈരാഗ്യം നിങ്ങൾ അറിയാൻ വേണ്ടി പറയുന്നത്? 1,30,000 രൂപ വാങ്ങി നക്കിയിട്ട് 49,000 തിരിച്ചു തന്നത്. 40,000 എന്ന് അവള് പറയുന്നത്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് 9,000 എക്സ്ട്രാ തന്നിട്ടുണ്ട്. 49,000 രൂപ തിരിച്ചു തന്നിട്ടുണ്ട്. പോലീസ് അന്നത്തെ SI ഇടപെട്ടാണ് ആ പ്രശ്നം കോംപ്രമൈസ് ആക്കിയത്. അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്നു ഞാൻ തിരിച്ചിടാൻ തുടങ്ങിയപ്പോൾ ഇവക്ക് ഇപ്പോൾ പണി കിട്ടി. കാരണം ഇവള് ഭയങ്കര സംഭവമാണ്. ഞാൻ ഷാനവാസിന്റെ കേസിൽ ഇടപെട്ടു. ഞാൻ ഷാനവാസിനെ മൂക്കി കിട്ടി. ഷാനവാസിന്റെ കുടുംബം വ്യക്തമായി ലൈവിൽ വന്ന് പറഞ്ഞു, ഈ സ്ത്രീ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ടതില്ല, ഞങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് പരാതിയില്ല, ഈ സ്ത്രീ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കേണ്ട. ഉടനെ പോയി PDP മദനിക്ക് വേണ്ടിയിട്ട് കോര പ്രസംഗിക്കാൻ. അപ്പോൾ ഈ പറയുന്ന സത്യവതിയോ ആരാന്നറിയാമോ, ഈ പറയുന്ന എല്ലാ വിശേഷങ്ങളും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, പ്രത്യേകിച്ച് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പുതിയ സ്ട്രാറ്റജി മാഡം കൊണ്ട് ഇറക്കിയത് ഇതേപോലെ ജട്ടി ജിനുവിൻ്റെ അതേ സ്ട്രാറ്റജി കൊണ്ട് ഇറങ്ങിയതാണ്. കാരണം അവന് എൻ്റെ പേര് പറയുമ്പോൾ തെറിച്ച് ഇങ്ങനെയൊക്കെ ഇടുമ്പോഴത്തേക്ക് അവന് വ്യൂ കിട്ടുന്നുണ്ട്, ആള് കയറുന്നുണ്ട്, അവൻ അത് വെച്ചാണ് തിന്നുന്നത്. ആ തീറ്റയെല്ലാം നമ്മൾ കോടതി കൊടുക്കാനുള്ള വകുപ്പാക്കും. പിന്നെ എൻ്റെ കുഞ്ഞിന് നേരെ പോക്സോ കേസ് ഇടാനും എനിക്കെതിരെ നിൽക്കാനും 50,000 രൂപ കൊടുത്തു, കിട്ടി ബോധിച്ചു എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിരുന്നു. നല്ല കാര്യം, അതൊക്കെ നല്ല കാര്യം. തെളിവില്ലാതെ എൻ്റെ കുട്ടിയുടെ പേർക്ക് ഒരു കേസ് വന്നാൽ കഴുത്ത് വെട്ടിയാലും തിരിച്ച് ഞാൻ പണിതിരിക്കും. ആ എക്സ്ട്രീം ലെവലിൽ പണിതിരിക്കും. ഞാൻ ഇളയ മകനെ അങ്ങ് മറക്കും. സർവത്ര സ്വത്തും ചെറുക്കൻ്റെ പേർക്ക് എഴുതി വെച്ച് ആ വാല്യൂവിന് വെച്ച് ഞാൻ നെറ്റിയടി കേസ് കൊടുക്കും. മാനനഷ്ടത്തിന് തർക്കിക്കേ വേണ്ട. അതാണ് എൻ്റെ തീരുമാനം. വക്കീലിൻ്റെ തീരുമാനം അത് തന്നെയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. പേപ്പട്ടി കുരയ്ക്കുന്നതാണ്, കുരച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. വീട് തേടി നടക്കുന്നു, കേസ് കൊടുക്കേണ്ടവർക്ക് കേസ് കൊടുക്കും. പിന്നെ ഇവിടെ ഞാൻ നാട്ടുകാരെ പൈസ വാങ്ങിച്ച് തിന്നേല്ലേ. എടി 17,000 സംതിങ് രൂപ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ നിന്ന് വാങ്ങിച്ച് എണ്ണം പറഞ്ഞ് 16 കേസാണ് പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ആയത്. പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ആയ കേസുകളുടെ ഡീറ്റെയിൽ നിങ്ങൾ ആ പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചാൽ കിട്ടും. ഏത് പോലീസ് സ്റ്റേഷനിലും ഞാപ്പാത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടമാതിരി ഡീറ്റെയിൽസ് അവർ തരും. ഇതൊന്നും പോരാതെ ഇൻ്റർനെറ്റിലും അവൈലബിൾ ആണ്. അപ്പം ഞാനത് ഓരോ തവണയും ഞാൻ ടൈപ്പ് ചെയ്താണ് എടുക്കുന്നത് കേട്ടോ. ഓരോ തവണയും ഞാൻ ടൈപ്പ് ചെയ്താണ് എടുക്കുന്നത്. കാരണം അതവിടെ കിടപ്പുണ്ട്. ഏറ്റുമാനൂരിലുള്ള ഹാർട്ട് കോർപ്പറേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഡയറക്ടർമാരുമായ പ്രതികൾ ചേർന്ന് ഓസ്ട്രേലിയയിലേക്ക് തൊഴിൽ വിസ നൽകാമെന്ന് പറഞ്ഞ പരാതിക്കാരന്റെ മകനും നാട്ടുകാരായ 2 പേരെയും പറ്റിച്ചെന്നാണ് FIRലെ ആരോപണം. 7 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് ആക്ഷേപം. അതിനുശേഷം വിസയോ പണമോ നൽകാതെ വഞ്ചിച്ചുവെന്നാണ് ആരോപണവും. കുറ്റകൃത്യം നടന്നുവെന്ന് ബോധ്യപ്പെട്ടതിനാൽ കേസെടുത്തുവെന്നും FIRൽ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നാട്ടുകാർ തടഞ്ഞു വെച്ച് കൈമാറിയ പ്രതികൾക്കെതിരെ പോലീസിന് നടപടികൾ എടുക്കേണ്ടതുണ്ട്. മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാകാതെ വിട്ടയക്കാനും കഴിയില്ല. എന്നാൽ പോലീസ് കാര്യങ്ങൾ തിരക്കുകയാണ്. ഇതിനുശേഷം മാത്രമേ തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതിനിടെ ഫേസ്ബുക്കിൽ ലൈവ് നടത്തി കാര്യങ്ങൾ ഫിജോ തന്നെ സ്ഥിരീകരിച്ചു. കരയുന്ന കണ്ണുകളുമായാണ് ഫിജോ എത്തിയത്. ഇത് കളവല്ല, ഇത് നെറ്റിൽ കിടക്കുന്ന സാധനമാണ്. നാട്ടുകാർ കയറി പിടിച്ചാണ് 4 വർഷം മുമ്പ്. ഇത് ഞാൻ നേരത്തെ കാണിച്ച FIR കഴിഞ്ഞ ഡിസംബർ 23 ഇതാക്കിയത്. 4 വർഷം മുമ്പ് ഇതുപോലൊരു കള്ളക്കേസാണെന്ന് ഇവളിപ്പോൾ പറയും. എനിക്ക് 47 കേസുണ്ട്, എൻ്റെ ശത്രുക്കൾ കൊടുത്തേണം. ശത്രുത ഈ 47 കേസോടെ തീർന്നില്ലേ? ഈ ശത്രുത വീണ്ടും വന്നിട്ട് കഴിഞ്ഞ വർഷവും വീണ്ടും ശത്രുക്കൾ വീണ്ടും കേസ് കൊടുത്ത. എന്തുവാടേ ഇവക്ക് മാത്രം കുറെ ശത്രുക്കൾ?
ഈ ശത്രുക്കളൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ പോലീസ് അങ്ങോട്ട് കേസ് എടുക്കാൻ. അതെന്തൊരു ശത്രുക്കളുടെ, അത് നമുക്കില്ലാത്തത് എന്താടേ? അതെന്താണടേ? ഇഴഞ്ഞ് വലിഞ്ഞ് കിടന്ന് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വളഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും എൻ്റെ പൊടി മോനെ, പ്രത്യേകിച്ച് 14 വയസ്സുള്ള എൻ്റെ മകനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാറേ ഇല്ല. ഇഷ്ടവേ ഇല്ല എനിക്കത്, ആൺകുഞ്ഞായിട്ട് പോലും. അപ്പം പിന്നെ പെൺകുട്ടികളുടെ കാര്യം പറയണ്ട, ഞാൻ കൊണ്ടുപോകില്ല. തലയും മുലയും ഒക്കെ മുഴച്ച് തഴച്ച് കാണിപ്പിച്ച് പെൺകുട്ടികളെ കൊണ്ട് പല അമ്മമാരും ഇതുപോലെ നടക്കുന്നുണ്ട്. ഞാൻ ആ കാറ്റഗറിയിൽ എൻ്റെ കുട്ടീനെ ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. എനിക്കൊരു മകളുണ്ടെങ്കിൽ ഒരു കാരണവശാലും പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുപോകത്തില്ല. കാരണം അവിടെ പോലീസുകാർ മാത്രമല്ല വരിക, ക്രിമിനൽസും വരും. അവർക്കൊരു കാഴ്ച വസ്തുവായിട്ട് എൻ്റെ കുട്ടീനെ ഞാൻ എന്തായാലും അവിടെ കൊണ്ടുപോകത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ചില അമ്മമാരുണ്ട്. ഇതൊരു സൂചന മാത്രം. ഷെഫി സിസ്റ്റർ, സ്ട്രോങ് ആയി പോകുക. ചില പ്രാധാന്യമില്ലാത്ത കാര്യങ്ങൾക്ക് അധികം സമയങ്ങളുണ്ട്. മോട്ടിവേഷൻ സ്പീച്ച് ഒത്തിരി ഇഷ്ടം. തീർച്ചയായിട്ടും ഞാനത് ഇതിനകത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഇത്രയും നേരം ഇരുന്ന് കേട്ടതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ അംബാനി വിഷയം പറയാനാണ് സീരിയസ്ലി വന്നത്. അംബാനി ഈസ് ദ മൈ വിഷു. വേറെ സംസാരങ്ങളൊക്കെ ഒന്നുമല്ല വന്നത്. സോ നമ്മൾ നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ വിഷയം എന്താണെന്ന് രാവിലെ തന്നെ കുറേയധികം ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട്. പിന്നെ വേറെ ഉള്ളവർ വന്നിട്ട് കുറേ അങ്ങ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടില്ലേ, നീ ഇത്തരക്കാരിയായിരുന്നു. ഞാൻ ഇത്തരക്കാരി തന്നെ. ഒരു കേസ് FIR കൊണ്ടുവയ്ക്കാൻ പറ, ഒരു FIR കൊണ്ടുവയ്ക്കാൻ പറ. എന്നിട്ട് ഓക്കെ, ഇവള് തന്നെയാണ് ജംഷീറിനെ കൊണ്ട് ഇത് ചെയ്തിരുന്ന് തെളിവ് ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് തന്നു. അന്ന് ആരെങ്കിലും വിശ്വസിച്ചോ? ഇപ്പം അവൾ തന്നെ വന്ന് പറയുന്നില്ലേ എന്തുകൊണ്ട് ജംഷീർ. ഇപ്പം വിദേശത്തിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല ആളെ. ഇവ അവൻ്റെ അഡ്രസ്സ് പറയാതെ വിദേശത്തിരുന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ അതിനുള്ള പണി ഇവിടെ ചെയ്തും വെച്ചിട്ടുണ്ട്. സോ എനിക്കറിയാം. ബാക്കി നമ്മളെ മസ്താനിയോ ലസീത പാലക്കലോ ഒന്നും തന്നെ വെറും കേസേ കൊടുത്തിട്ടുള്ളൂ, വെറും ഒരു പെറ്റീഷൻ. അതല്ല, ഞാൻ CMB ഇട്ടാണ് കാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് വിദേശത്തിരുന്ന് ഇതുപോലെ ചെയ്യുന്നതിന് ഞാൻ അറബികളുടെ ശ്രദ്ധ പെടുപ്പിക്കുകയും തീർച്ചയായിട്ടും അവരെ കൊണ്ട് തന്നെ ഇതിനെതിരെ ആക്ഷൻ എടുപ്പിക്കുകയും ചെയ്യും. ഇനി ഒരുത്ത് അവിടെ ഇരുന്നു കൊണ്ട് ഇതുപോലെ പെണ്ണുങ്ങൾ അവരാധിക്കത്തില്ല. അത് ഞാൻ ഗ്യാരണ്ടീഡാണ്. അത് ഞാൻ അതിൻ്റെ ഏതറ്റം വരെയും പോകും. അഡ്വക്കേറ്റ് എന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ സേവ് ചെയ്ത് വെച്ചത് കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ കോൾ വരുമ്പോൾ ട്രൂ കോളറിൽ കാണുന്നത്. ഇന്നലെ എന്നെ ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ടുണ്ട്, ഹൗസ് ഓണർ എന്നാണ് കാണിച്ചത്. ഇപ്പം ഞാൻ വിചാരിച്ച ഹൗസ് ഓണർ ആയിരിക്കുന്നു. അപ്പോൾ അത് തന്നെ എന്നോട് പറയുന്നുണ്ട്, ചേച്ചി ഹൗസ് ഓണർ എന്നാണല്ലേ കണ്ടത്, അത് ആരോ ഒരാൾ സേവ് ചെയ്ത് വെച്ചതാണ്, ഞാൻ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അവരെന്ത് സേവ് ചെയ്തോ അതാണ് നമ്മളുടെ ട്രൂ കോളറിൽ കാണുന്നത്. ഞാൻ എവിടെയും പോയിട്ട് ഞാൻ ഭയങ്കര വക്കീലാണെന്നോ ഒന്നും എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. പ്ലീസ് ടോക്ക് അബൌട്ട് സം യൂസ്ഫുൾ ടോപ്പിക്സ് ഫോർ ദ സൊസൈറ്റി rather than this kind of things. What do you want to portray? What people should learn from you? അതൊക്കെ ഞാൻ ചെയ്യാം. ഇന്നിപ്പോൾ പറ്റത്തില്ല. സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സോറി, ഐ കാൺ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഷെഫീന ഇത്ത, ഐ ആം യുവർ ഫാൻ. ലവ് ദ വേ യു ആർ ടോക്കിംഗ്. ലവ് യുവർ കോൺഫിഡൻസ്. കീപ് ഗോയിങ്. താങ്ക് യു ഐഷ്. ആലി, ഇവരെക്കുറിച്ച് ഷെഫീന മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. വീഡിയോ കണ്ടപ്പോൾ ചിരിയാണ് വന്നത്. എത്ര വീഡിയോ? 70ഓളം വീഡിയോ. അമ്മയെ വരെ ജെട്ടി വിറ്റ് തിന്നു. നിനക്ക് മക്കൾ ഇല്ലാത്തത് അതിൻ്റെ ഭാഗ്യം. ശരി, ആയിക്കോട്ടെ, എനിക്ക് മക്കളില്ല. ആ പെണ്ണമ്പിളിയോട് പോകാൻ പറ ഷെഫീന. എന്നിപ്പോൾ ക്രിമിനൽ ചാനൽ ജെട്ടിയിൽ ക്രിമിനൽ സ്വത്ത് കൂടുന്നു. മൈൻഡ് ചെയ്യണ്ട. അയ്യേ, ഞാൻ കാണാൻ പോകാറേ ഇല്ല. അത് ഒക്കെ കാണുന്നത് അവിടുന്ന് ആളുകളാണ്, അവർ കണ്ടോളൂ. ഐ ഡോണ്ട് കെയർ. എന്ത് അഹങ്കാരത്തിൽ ഇരുന്ന ഷെഫീന ഇത്തയെ കുറിച്ച് കുറ്റങ്ങൾ പടച്ചുവിടുന്നു. ആ മണുഗുണാഞ്ചൻ ജെട്ടിക്ക് ഇവളെ പറ്റി വല്ലതും അറിയും. അവനും അതേ കാറ്റഗറി അല്ലേ. അപ്പം അവർ രണ്ടുപേരും അങ്ങനെ തന്നെയാണ്. ചേച്ചി ചേമ്പിൽ സ്വർണം പൂശിയതാണ്. ആണ്. ഷെഫീന സിസ്റ്റർ, സ്ട്രോങ് ആയി പോവുക. താങ്ക് യു സോ മച്ച്. ഡക്ക് എഗ് റോസ്റ്റ് ഇഷ്ടമാണ് അല്ലേ? അത് കാര്യം പറയാൻ പറഞ്ഞു. 50 മുട്ട വാങ്ങിക്കൊണ്ട് പോയി. നമ്മൾ ആലപ്പുഴ പോയിരുന്നു. ആലപ്പുഴ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ ലെഫ്റ്റ് റൈറ്റിലും ഒക്കെ ഉണക്കമീനും എഗ്ഗിൻ്റെ പിന്നെ താറാമുട്ടകളുടെ ഒരു ഇതാണ്. ഇവളെ വീട്ടിൽ നമ്മൾ കൈവീശി പോകണ്ടല്ലോ. എല്ലാം വാങ്ങി നക്കിയ കേസുകളേ ഉള്ളൂ, ഒരെണ്ണം പോലും മാറിയില്ല. ഇവളുടെ വീട്ടിൽ നമ്മൾ 4 ദിവസം നിന്നപ്പം ഇപ്പം ഇവള് വന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഒട്ടി തിന്നത് കണക്കല്ല, ഞാൻ വാങ്ങിക്കൊണ്ടാണ് പോയത്. അപ്പം അതിൻ്റെ ബില്ലും അതിൻ്റെ ഗ്രോസറി ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ആ സബ്ജക്റ്റിൽ എനിക്ക് പറയാനുള്ളത്. ദാറ്റ്സ് മൈ പോയിന്റ്. ഇനി ആ വിഷയവും കൊണ്ട് എൻ്റെ അടുത്ത് വരണ്ട. അവിടെ 1, 2, 9 ഒക്കെ
ഇപ്പൊ നിങ്ങൾക്ക് തനൂജയുടെ ക്വാളിറ്റി മനസ്സിലായില്ലേ, റസീനയുടെ ക്വാളിറ്റി മനസ്സിലായില്ലേ, ആമി യൂസഫിന്റെ ക്വാളിറ്റി മനസ്സിലായില്ലേ? ഈ ക്വാളിറ്റി ഉള്ളവർക്ക് എല്ലാവർക്കും കൂടെ ഒരു യുണൈറ്റഡ് ആയിട്ട് നിൽക്കാനേ പറ്റൂ. മുംതാസിന്റെ ക്വാളിറ്റി അത്രേ പറ്റുള്ളൂ. നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നവർക്ക് ഉറച്ച് വിശ്വസിക്കാം, ഷെഫീന ഇന്നവരെ ഒരു ഫ്രോഡ് കേസിൽ ഇല്ല. നാളെ ഇതുവരെ, അത് ഞാൻ ഉറപ്പിച്ച് നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് തരാൻ പറ്റും, നാളെ ഇതുവരെ ഒരു ഫ്രോഡ് കേസിൽ ഷെഫീന ഇല്ല, ഇൻവോൾവഡേ അല്ല. എൻ്റെ പേർക്ക് ഞാൻ ആർക്കെങ്കിലും ക്യാഷ് കൊടുത്തിട്ട് കൊടുക്കാതിരുന്നു, തിരിച്ചു കൊടുത്തില്ല, കടം വാങ്ങിയിട്ട് ഞാൻ പറ്റിച്ചു എന്നുള്ള ടൈമിൽ ഒരാൾക്കും എനിക്കെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാൻ ഒക്കത്തില്ല. ദാറ്റ്സ് മൈ പോയിന്റ്. അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് നിങ്ങൾ ആലോചിച്ചോളൂ. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചി എനിക്ക് പൈസ തരുന്നുണ്ടെങ്കിൽ അത് ഞാൻ അഭിമാനിക്കേണ്ട കാര്യമാണ്. എൻ്റെ ഉമ്മച്ചിയോ എൻ്റെ സഹോദരങ്ങളോ എൻ്റെ ഇക്കായോ ഒക്കെ എനിക്ക് തരുന്നത് അവരുടെ സന്തോഷം കൊണ്ടാണ്. ഞാനത് വാങ്ങിക്കാൻ തയ്യാറാകാത്തടത്താണ് ഞാൻ വ്യത്യസ്തയായി നിൽക്കുന്നത്. ഇനി എൻ്റെ ഉമ്മച്ചി തരുന്നത് ഞാൻ തീർച്ചയായിട്ടും വാങ്ങിക്കും. കാരണം എനിക്ക് വയ്യായ്മയുണ്ട്, ഞാൻ ഇരിക്കുന്ന സ്ത്രീയാണ്, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള സ്ത്രീകളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ മാത്രമാണ് നയിച്ചു കൊണ്ടുവരുന്നത്. ഞാൻ തനിച്ച് ഈ കാലം കൊണ്ട് മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. അടുക്കള പണിക്ക് പോലും വേറെ ആൾ വരണം. ഇഴഞ്ഞു വലിഞ്ഞു പോയി ഒരു ചെയറിനകത്തിരുന്ന് വേണം ഞാൻ കുക്ക് ചെയ്യാൻ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണ്. എൻ്റെ പ്രോപ്പർട്ടി ഇവക്ക് തട്ടിക്കൊണ്ടു പോകാൻ പറ്റിയിട്ടില്ല. ആ 1 ഏക്കറും അതിലൊരു വീടും ഇന്നും അവിടെ തന്നെ ഉണ്ട്. അത് വിറ്റ് അതിൻ്റെ എഗ്രിമെൻ്റ് ആയിട്ടുണ്ട്. അത് വിറ്റ ശേഷമാണ് ഞങ്ങൾ ഇവിടെ വീട് വാങ്ങിക്കുന്നത്. ഒരു 6 മന്ത് ടൈം അവർ ചോദിച്ചിട്ടുണ്ട്. 6 മന്തിൽ ഐ വിൽ ഗെറ്റ് മൈ മണി ആൻഡ് ഐ വിൽ ബൈ എ ഹൗസ് ഹിയർ. ഇവിടെ തന്നെ വാങ്ങിക്കും. വാശിയാണത്. അത് മറ്റു വാശിപ്പുറത്തൊന്നുമല്ല. കുട്ടി +2 വരെ ഇവിടെ പഠിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു രീതി. ഞങ്ങൾക്ക് നാളിത് വരെ ആ ഫ്ലാറ്റിൽ ഞങ്ങൾ താമസിച്ചതിൻ്റെ റീസൺ ഇവള് ഇത് പറയുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അവരും വിട്ടില്ല. സത്യത്തിൽ അവരെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. അതിനകത്ത് അതിൻ്റെ ഓണറെ ഞാൻ സമ്മതിച്ചു കൊടുക്കണം. കാരണം ആ മനുഷ്യൻ ഇത്രത്തോളം അറ്റാക്ക് വന്നു, പള്ളിയിൽ നിന്ന് വരെ അയാൾക്ക് ഇവള് കൊടുത്തു, ഇവള് വീട്ടിൽ കയറി വെട്ടു എന്ന് വരെ അയാളുടെ അടുത്ത് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞില്ല, ഷെഫീനായ ഞങ്ങൾ വിടത്തില്ല. ഇപ്പോൾ ആ ഹോസ്പിറ്റലുകാർക്ക് ആ ഒരു ഫ്ലോറും കൂടെ വേണം, എന്നെ മുകളിലേക്ക് വിടാം, അതെനിക്ക് വയ്യ. ഇനി ഒരു പടി മുകളിലേക്ക് പോയി എനിക്ക് വയ്യ. അത്രയും വയ്യാത്തതുകൊണ്ടാണ് ഞാൻ പയ്യെ 2 റൂമുള്ള ഒരു മുറിയിലേക്ക് മാറിയത്. കേട്ടോ? എന്തോ ഇത് ഷെഫീനത്താന്ന് വിളിക്കണോ ചേച്ചിന്ന് വിളിക്കണോ എന്ന് അറിയില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഒരു സഹോദരിയായിട്ട് ആ ഒരു ഇതിൽ കാണുക. നിങ്ങളുടെ തൻ്റെ ഇടവും നിങ്ങൾക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവും പിടിച്ചു നിൽക്കുന്ന ഒരു കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര ബഹുമാനം, അതുപോലെ തന്നെ സ്നേഹമുണ്ട്. ഇത് എനിക്ക് എങ്ങനെ പറഞ്ഞത് ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയുന്നത് തോന്നി. ഞാൻ ജിനോന്റെ ലൈവ് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഓരോരുത്തർക്കും കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനാണ് ഈ എല്ലാവർക്കും ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി കൊടുത്ത് മറ്റുള്ളവർ വിജയിപ്പിക്കാനല്ലേ നോക്കുന്നത്? അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ. അതാണ് മിക്കപ്പോൾ എനിക്ക് അറിയത്തില്ല, ഒരു സ്ട്രേഞ്ച് കുട്ടിയാണ് എനിക്കത് മെസ്സേജ് അയച്ചത്. അപ്പം ആരും നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് കണ്ടിട്ട് വന്നാലും പ്ലീസ് ഡോണ്ട് ആസ്ക് മീ എനി ക്വസ്റ്റ്യൻസ്. ഇവർ വിചാരിച്ചാൽ ഞാൻ സ്റ്റോപ്പ് ആവില്ല. ഇവർ വിചാരിച്ചാൽ എന്നെ തളർത്താനോ തീർക്കാനോ പറ്റത്തില്ല. അത് ഗ്യാരണ്ടീഡാണ്. എന്ത് സംഗതി വന്നാലും ഞാൻ ഇവിടെ ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ പറയുന്ന എൻ്റെ ചാനൽ. ഒരു ചാനലിൽ പോയാൽ ഞാൻ 9 ഇപ്പുറത്ത് വേറെ തുറക്കും. ഇതേപോലെ വേറൊരു കാര്യമുണ്ടല്ലോ, എന്താ എൻ്റെ പേര്, ഫേസ്ബുക്കിൽ 6 ID ഉണ്ടായിരുന്നു. ഷെഫീന സുൽത്താൻ, ഷെഫീന വിനീത്, ഷെഫീന ബീവി, ഷെഫീന ഫർദീൻ, ഇങ്ങനെ 6 നമ്മൾ വ്യത്യസ്തമായി ഇവർ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത ഐഡികൾ ഉണ്ടാക്കിയിട്ടിട്ട് ദേവി ഷെഫീനയും ഷെഫീന ബീവി എന്ന പേജ് മാത്രം അവിടെ നിന്ന് ബാക്കി സർവ്വതും ഇവർ റിപ്പോർട്ട് അടിച്ച് പൂട്ടിക്കണേ. അത് ഇന്നും ഇന്നലത്തെ കളിയൊന്നുമല്ല, പണ്ടേനേ ഉള്ള കളിയാണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുകയോ ഞാൻ സൈലന്റ് ആവുകയോ പതിവല്ല. 9 തുറന്നു വെച്ചിട്ടുണ്ട്. 9 ഞാൻ അപ്ലോഡ് ചെയ്യും, ഞാൻ വിട്ടുകൊടുക്കൂല. അപ്പം എന്തുകൊണ്ടാണ് ഈ യൂട്യൂബിൽ വന്നിരിക്കണമെന്നും എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ നിലനിൽക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. എന്നെ പോലെ 10 പേർക്ക് മോഡറേറ്റർ എന്ത് പറ്റിയിട്ട് വന്നല്ല ഇച്ചുപുള്ളി പാൻസ് എത്തിയല്ലേ. ഇങ്ങനെ ആമിയെ കുറിച്ച് പറഞ്ഞ എൻ്റെ ആമി അവർക്ക്, എൻ്റെ ആമി എൻ്റെ വീട്ടിലുണ്ടടി, ആമി എൻ്റെ വീട്ടിലുണ്ട്. ആമിന് അതാണോ ഈ ആമി? ഇത് ആമിയല്ലേ, അതെൻ്റെ ആമി, എൻ്റെ പൊന്നോള്. അവൾ വരും, അവൾ വന്നിരുന്ന് സംസാരിച്ച് കാണിച്ചു തരും. അത് വേറെ ആമി, ഇത് ചെറിയ ആമി. ദാറ്റ്സ് ഇറ്റ്. ഇവരുടെ കൂടെ നിൽക്കുന്നവർ ലാസ്റ്റ് സത്യം മനസ്സിലാക്കും. ഓഹ്, എന്താണാവോ സത്യം, എന്താ സത്യം, അതൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ, മനസ്സിലായി പോകും. അത്ര തന്നെ. ഉഷോ, എന്നിട്ട് എനിക്കതിന് പെറ്റീഷനൊന്നും കൊടുക്കാതെ വല്ല ഇതിലൊക്കെ ലൈവിലും ഒക്കെ പോയി ഇരുന്ന് സംസാരിക്കും.
ഷംല ഹമീദ്. ഓ ഞാൻ ഇച്ചി മുള്ളുന്നതാണോ? അയ്യോ ഞാൻ ഇച്ചി കിടന്നാണ് മുള്ളുന്നത്. അതിനിപ്പോൾ എന്ത്? കിടന്ന് തന്നെയാണ് മുള്ളുന്നത്. അതിനിപ്പോൾ എന്ത്? എൻ്റെ സൗകര്യം. എൻ്റെ വീട്ടിൽ ഞാൻ കിടന്നു മുള്ളേ, നിന്ന് മുള്ളേ, നടന്നു മുള്ളേ ഒക്കെ ചെയ്യട്ടെ. ദാറ്റ് ഈസ് നൺ ഓഫ് എനിബഡീസ് കൺസേൺ. അത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. ഞാൻ നിന്ന് മുള്ളും തൂറും, ഇതൊക്കെ എൻ്റെ വിശ്വാസം, എൻ്റെ എനിക്ക് എൻ്റെ വീട്ടിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്രയും ഞാൻ പിന്നെ ഇത് തിന്നിട്ട് കുരു തുപ്പിയിട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ സൗകര്യമാണ്. അതിനിപ്പോൾ എന്ത്? ഞാൻ നിൻ്റെ വീട്ടിൽ ഒന്ന് തൂറേ പെടുക്കുകയും ചെയ്താൽ ഇല്ലല്ലോ, അങ്ങനെ ഒന്നിനും വന്നില്ലല്ലോ. എൻ്റെ വീട്ടിലെ കാര്യമല്ലേ, അത് ഞങ്ങൾ സഹിച്ച്. 1,30,000 വാങ്ങി അണ്ണാക്കിൽ കൊണ്ടുപോയവൾ അവിടെ ഇരുന്നുണ്ട് ഗർജിക്കുകയാണ്. ഗർജിക്കുന്ന സിംഹം എന്നെ തല്ലും കൊല്ലും എന്ന് പറയുന്നുണ്ട്. നിന്റെ വീട്ടിൽ വരാൻ നീ എവിടെയടി? വീട്ടിൻ്റെ അഡ്രസ്സ് വന്നു. ഷെഫീനയുടെ അഡ്രസ്സ് എന്നൊക്കെ അറിയില്ല. നീ ഇഞ്ഞി പോരെ. എൻ്റെ മോനൊന്നും വരൂലടി. ഞാൻ തനിച്ച് മതി നിനക്ക്. പിന്നെ പോലീസ് കുറ്റിയിട്ടത് അതെന്തിനാണെന്ന് പോലീസിന് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ചാടി എഴുന്നേറ്റുണ്ട്. റിയാക്ട് ചെയ്യൂന്ന് അറിയാവുന്നുണ്ട്. നീ എന്നെ തൊടൂല. നീ എന്നെ തൊട്ടാ നിന്റെ സാമാനം ഞാൻ ചവിട്ടി പൊട്ടിക്കും. തർക്കിക്കേ വേണ്ട. സാമാനം ഞാൻ ചവിട്ടി പൊട്ടിക്കുന്ന തർക്കമേ ഇല്ല. നീ പോലീസുകാരുടെ നെഞ്ചത്ത് കയറിയിട്ടില്ലേ റൗഡി ലിസ്റ്റിൽ നിന്നെ ആക്കിയത്? ഷെബീനയെ അവിടെ കിടന്ന് ബളം വയ്ക്കാറുണ്ട്. ഷെബീന റൗഡി ലിസ്റ്റിലല്ല. ഷെബീനയ്ക്ക് ഇവിടെ ചെയർ കിട്ടാറാണ് പതിവ്. വന്നാൽ വണ്ടി വേളിൽ പാർക്ക് ചെയ്യാതെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യാൻ എനിക്ക് മാത്രമേ ഇന്നവരെ പെർമിഷൻ ഉള്ളൂ. SI ഇപ്പുറം അവിടെയുണ്ട് ഷെബീനയുടെ പ്രിവിലേജ്. വയ്യായ്മ കൊണ്ടാണെങ്കിൽ പോലും ദേ നോസ് മീ വെൽ. മനസ്സിലായടി? ആ കളിയൊക്കെ നീ പന്ന പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് പറ്റിച്ചാൽ മതി. ഷെബീനയുടെ അടുത്ത് പറഞ്ഞ് പറ്റിക്കാനായിട്ട് തള്ളിക്കൊണ്ട് വരണ്ട. ഇത്രയ്ക്കും പഴിച്ചവളൊക്കെ ഇത്രയും പഴിച്ച നാറിയ അവള്. ഷെഫീന റസീന ഒപ്പൽ കാറിലുണ്ടായിരുന്ന ആമിയാണോ? ആ പെണ്ണിൻ്റെ പേര് ആമി യൂസുഫാണ്. ആ ആമിയല്ല, എൻ്റെ ആമി വേറെയാണ്. ആമിന. അവൾ കൊല്ലത്ത് തട്ടാമലയിലുള്ളതാണ്. എൻ്റെ കസിനാണത്. ആ ആമിയല്ല ഈ ആമി. നിങ്ങൾക്ക് ആൾ മാറിപ്പോയതാണ്. മൈ ആമി ഈസ് എൻ്റർലി ഡിഫറെൻറ്റ്. ഷീ ഈസ് മൈ കസിൻ. എൻ്റെ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ മകളാണ്. എൻ്റെ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ മകളുടെ മകൾ. ഞാൻ ഈ മകളുടെ മകൾ. അങ്ങനെയാണ് കസിൻ. ആമി അത് വേറെ, ഇത് വേറെ. ഇത് പഴന്തുണി, സാഹിത്യകാരിയല്ല. ഷെഫീസിസ് കേരളത്തിൽ മുഴുവൻ ജെട്ടി രാവിലെ മുതൽ തെണ്ടി നടന്നു അന്വേഷിക്കുന്നുണ്ട്. ഷെഫീസിസ് എതിരെ ആരെങ്കിലും ഉണ്ടോ എന്ന്. അത് ആഡ് ഓൺ ആണ് പിന്നെ ആസെ, അത് ആഡ് ഓൺ ആണ്. അത് ആഡ് ഓൺ ആവുകയാണെന്ന്. പിഴച്ചവൾ എന്ന് പറഞ്ഞത് നിന്നെയാണ്. എന്നെയോ? അയ്യോ ഞാൻ പിഴച്ച നിനക്ക് എന്തടി? ഞാൻ പിഴച്ചെന്ന് പറഞ്ഞ നിനക്ക് എന്ത്? നിന്റെ മാനെ കൊണ്ട് എന്നെ കെട്ടിക്കണ്ട. എൻ്റെ മാനെ കൊണ്ട് നിന്റെ മാളെയും കെട്ടിക്കണ്ട. ഞാൻ പിഴച്ചെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ച്. അനക്ക് എവിടെ ഒലിക്കുന്നു? എൻ്റെ പിഴവ് കൊണ്ട് നിനക്ക് എന്തൊരു കഴപ്പാ? നിന്റെ മാർക്കറ്റ് ഇടിഞ്ഞോന്നു. അയ്യോ പേടിക്കല്ലേ, എൻ്റെ ബസ് സ്റ്റാൻഡിൽ ഞാൻ വരില്ല. നീ നിൽക്കുന്ന ബസ് സ്റ്റാൻഡ് ഏതെന്ന് പറഞ്ഞുതരാം. ആ ബസ് സ്റ്റാൻഡിലേക്ക് ഷെഫീനെ തിരിഞ്ഞു നോക്കില്ല. നീ നിന്റെ ബിസിനസ് കാര്യമായിട്ട് നടത്തിക്കോ. പേടിക്കല്ലേ. ഞാൻ പിഴച്ചെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കാം. നീയോ നിന്റെ മാളോ നിന്റെ കുടുംബത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും നിൽക്കുന്ന ബസ് സ്റ്റാൻഡിൻ്റെ ലിസ്റ്റ് ഇട്ടാൽ ആ സൈഡിലേക്ക് ഞാൻ വരത്തില്ല. നീ ധാരാളമായിട്ട് നിന്ന് തുണി വെക്കിക്കോ. ഒരു കുഴപ്പമില്ല. ഓക്കെ അല്ലേ? അവന് ബസ് കൂലി കൊടുക്കാൻ ഒരു ഡിസിഷൻ എടുക്കണം. അവന് ബസ് കൂലി കൊടുക്കും. അതൊരു നല്ല പ്ലാനിങ് ആണ്. നമുക്ക് ഇന്ന് ഗ്രൂപ്പിൽ ആ ഡിസ്കഷൻ ഇടാൻ ആസൻ. ഇവന് ചിലവിനുള്ള പൈസ നമുക്ക് എത്തിച്ചു കൊടുക്കാം. ഇവനിങ്ങനെ ഇരന്ന് തിന്നണ്ടല്ലോ, കാശിറക്കി കളിക്കുന്നു. എനിക്കിതിനകത്തെ കുറേ മുറിയേണ്ടികളുടെ അടുത്ത് മാത്രമേ ഒരു കാര്യം പറയാനുള്ളൂ. പാവപ്പെട്ട പിള്ളേരെ ചെബീനായ ഒതുക്കാന്നും പറഞ്ഞുകൊണ്ട് ആ പന്നത്തിക്ക് കാശ് അയച്ചു കൊടുക്കല്ലേ, നടക്കൂല. അതുകൊണ്ടാണ് കോൺഫിഡൻ്റ് ആണ്, ഓവർ കോൺഫിഡൻ്റ് ആണ്. ചെബീന നിങ്ങൾ വിചാരിച്ചാൽ ഒതുങ്ങൂല, ഒതുക്കാൻ പറ്റൂല. അപ്പം അതുകൊണ്ട് വെറുതെ കാശ് കൊടുത്ത് നിങ്ങളെ കയ്യിരിക്കുന്ന കാശങ്ങ് പോകുന്നതിനപ്പുറം ഒന്നുമില്ല, ഒന്നും നടക്കത്തില്ല കേട്ടാ. വെറുതെ ടെൻഷൻ അടിക്കല്ലേ. മാമൻ പിന്നെ ആരൊക്കെ പറയുന്നുണ്ട് മേക്കപ്പ് ആണെന്ന്. ആണല്ലോ, മേക്കപ്പൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്ന വാങ്ങിച്ച് മേക്കപ്പ് ഇടാനാ. മേക്കപ്പ് ഇട്ട് അത്യാവശ്യം കുറച്ചൊക്കെ കിണുക്കിയിട്ട് ഇരിക്കുന്നത് എൻ്റെ സൗകര്യം. നീ വന്ന് വായും കയറി നോക്കിയിരിക്കണേ എന്തിന്? നീ അവിടെ എന്തിട്ടിട്ട് ആരും നോക്കാനില്ല. അതിന് ഞാൻ എന്തോന്ന് ചെയ്യാൻ? എടാ നീ ഇങ്ങനെയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല, തുണി വെക്കണം. ഷെബീനയുടെ ഫേസ് മാത്രം കാണിച്ചാൽ ആളുവരും കാണാം. അതെന്തുകൊണ്ടെന്നറിയാം? എടി ബ്യൂട്ടി ആയതുകൊണ്ട് ഐ ആം വെരി ബ്യൂട്ടി യുനു. നന്നായിട്ട് കുസുമ്പ് കുത്തുന്നുണ്ടല്ലേ. ഒന്നും ചേരാവില്ല, ഇതിന് മരുന്നില്ല. പിന്നെ തള്ളിന് ഒരു കുറവുമില്ല. ഇത് തള്ളിക്കോട്ട് ഞാനല്ലേ. ഒരു 50,000 തരട്ടെ, ഒരു കൊട്ടേഷൻ എടുക്കും. പിന്നെന്താ, ഒരു 50,000 രൂപ തന്നാൽ ആർക്കെതിരെ വേണമെങ്കിലും ഞാൻ പോക്സോ എടുക്കും. അതുപോലെ ആർക്കെതിരെ വേണമെങ്കിൽ നമ്മൾ പോക്സോ എടുത്തിരിക്കും തീർച്ചയായിട്ടും. റംസാനും കണ്ണനും ചേച്ചി സീൻ എന്ന് വെച്ചാൽ
എന്ന് വെച്ചാൽ എന്തുവാണ് ഡേ വാട്ട് കോക്കനട്ട് യു ഗൈസ് ടോക്കിങ്. ഓ എനിക്ക് വിശന്നിട്ട് ഞാൻ പോയി വല്ലതും തിന്നിട്ട്. അപ്പം ശരി, ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഗട്ടി കുനുവിൻ്റെ അടുത്തും ടീമിൻ്റെ അടുത്തും ഒക്കെ പോയി വായും കയറി ഇരിക്കുന്നവർ ഗ്രൂപ്പിലുള്ളവരോടുമാണ് ദയവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മനുഷ്യൻ്റെ ശ്രദ്ധ തിരിക്കല്ലേ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പ്രിപ്പറേഷൻ വളരെ മുഖ്യം. ഒന്നാമത് കണ്ടസ്റ്റൻസിനെ അറിയണം, അവരുടെ ഡീറ്റെയിൽസ് പഠിക്കണം. അതൊന്നും ഈസി തിങ് അല്ല കുട്ടികളെ, കുറേയധികം മെനക്കേടുണ്ട്. സോ ഐ എം ബിസി. ചേച്ചി എനിക്ക് ഒന്ന് വിളിക്കട്ടെ. ആരാണത് നീ? ഹായ് ബ്രോ, ഹായ് കേസേ ഹോ, കൊള്ളാം, കുഴപ്പമില്ല. ഒന്ന് വിളിക്കട്ടെ. വിളിച്ചോ. ഒത്തിരി ലാഗ് ചെയ്യരുത് കേട്ടോ, പെട്ടെന്ന് തന്നെ തീർക്കണം. വിളിയടെ, എന്താ വിളിക്കുന്നില്ലേ? ബൈ ബൈ സാൽമി, ഗുഡ് നൈറ്റ്. വിളിച്ചിരുന്നില്ലേ? പോയാ? ഈ കൊച്ചു എന്തരൊക്കെ അങ്ങ് നിറച്ചിട്ടിട്ടുണ്ട്. ഒരുപാട് അർത്ഥങ്ങളുണ്ട് അവർ പറയുന്ന ഓരോ വാക്കുകൾ. അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നു. പാവം. ഇപ്പൊ യൂട്യൂബിൽ റിയാക്ഷൻ വീഡിയോ ഇടുന്ന എല്ലാ സ്ത്രീകളും നിങ്ങൾ മുഖേന ഉയർന്നു വന്നേക്കാണ്. എനിക്കൊരു ചാനലുണ്ട്, ഞാൻ അതിൽ നിങ്ങളെ പറ്റിയിട്ട് തനുജയുടെ ഒരു വിഷയത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്താ പറയാ, ഞാൻ ഒരു ചെറിയ വ്ളോഗൊക്കെ എടുത്തിരുന്നിരുന്നാണ്. ഇപ്പോഴാണ് ഈ റിയാക്ഷൻ വീഡിയോ, കാരണം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് കാണുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം വരുന്നത്. അപ്പോഴാണ് അതിൽ റീച്ച് വരുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ വീഡിയോസ് നിങ്ങളുടെ കാര്യങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്നുള്ളത്. പിന്നെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ കുറച്ച്, കാരണം ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാമല്ല, കുറച്ച് കാര്യങ്ങൾ മാത്രം. അതിൽ മാത്രമാണ് എനിക്ക് നിങ്ങളോടൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ബാക്കി എല്ലാ കാര്യത്തിലും 100%, 98% ഞാൻ നിങ്ങളിലേക്ക് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇപ്പൊ പറയണം, ഇപ്പൊ റസീന വന്നു, ഞാൻ 1-2 കമന്റൊക്കെ ഇട്ടുണ്ടായിരുന്നു. അവളെ കൂട്ടണ്ട, കാരണം ഓരോരുത്തർ കാണുമ്പോൾ അറിയാം നമുക്ക് അവർ ചതിക്കാനുള്ളവർ വേണം. അതേപോലെ തന്നെ താരയുടെ കാര്യം അറിയുന്നത് നിങ്ങളെ പെട്ടായിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് കാണുമ്പോ പറ. ആ ലാഗ് ചെയ്യില്ലടാ, പെട്ടെന്ന് പറയണേ. സ്പീക്കറിലാ? ആ ഇപ്പം പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ ആ ഗ്രൂപ്പിലുള്ളതിന് കുറെ പേര് ഒരൊറ്റ ഗ്രൂപ്പിനെ മൊത്തം നമ്മളെ ഇട്ടിട്ട് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിന് ഒത്തിരി കേസുള്ള പെണ്ണുങ്ങളെ മൊത്തം പഠിച്ചുകൊണ്ട് വന്നിട്ട് ഉണ്ടാക്കുന്നത്. ഹലോ പറയട്ടെന്ന്, നിങ്ങളത് കാണാൻ പോണേതിന്? കാണാൻ പോകുന്നല്ലേ ഞാൻ ഇപ്പൊ ചേച്ചിന്റെ ഇത് കട്ടായിട്ട് ചുമ്മാ മേലേക്ക് ഇവന്റെ ലൈനിൽ എനിക്ക് വന്നത്. അപ്പൊ അത് കേട്ടപ്പോൾ എന്തായാലും അവന്റെ ചേട്ടന്മാരോട് ഞാൻ അന്നേരം സ്പോർട്സിൽ ഞാൻ ചോദിക്കുകയും ചെയ്തു. തിരിച്ചൊരു മറുപടി ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ ആരെയും ആൾക്കാർ കൂട്ടാളികൾ കേൾക്കുന്നുണ്ടാവൂലേ? ഓ അങ്ങനെ. ഇപ്പൊ ഞാൻ പറയുന്ന ആരെങ്കിലും ഒരാൾ കേൾക്കുന്നുണ്ടാവൂലോ? കേൾക്കുന്നില്ല, ഉറക്കെ പറ. അല്ലെന്ന് ഞാനിപ്പോ പറയുന്നതേ, അവന്റെ കൂടെയുള്ള കുറെ പേര് കേൾക്കുന്നുണ്ടാവും, കുറെ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. അവനോട് നമ്മുടെ ഹലോ, നീ മൈക്കിന് വായി മാറ്റി പിടിക്കേ, കുറച്ച് മാറ്റി പിടിക്കും. അവനോട് സംശയം, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അവനോട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞു, അവളോടൊന്ന് വരാൻ പറ കേട്ടോ. ആരെടുത്ത്? അവളുടെ അടുത്ത്, അവന്റെ അടുത്താ? വേറെ ജോലിയില്ലേ? അത് കക്കൂസുകളാണ്, കക്കൂസ്. സെപ്റ്റിക് ടാങ്ക് നാറ്റം വരും. ഇപ്പൊ പറയുന്ന കേട്ടോ, ആദ്യത്തെ പോയി പൊട്ടിക്കാനാ തോന്നുന്നല്ല ഇതില്. എല്ലാരും മിണ്ടാതിരുന്ന താന്നു കൊടുക്കുന്നതോടെ തലയ്ക്കൊരു നിലയിക്കൊണ്ടിരിക്കുക. ആരാണെന്ന് കള്ളി പുറത്തായില്ലേ, പിന്നെന്തുവാണ്? ആരാണ് എന്താണെന്ന് നമുക്ക് കഥ മനസ്സിലായില്ലേ? അതുപോലെ ഞാൻ ഇത്രയും ദേഷ്യം വന്നപ്പോഴത്തേന്ന് പറയാൻ വേണ്ടി മാത്രം വിളിച്ചത്. അവന്റെ അമ്മയും പെങ്ങളും ഉണ്ടാക്കി നോക്കുന്നത് പറയാൻ വേണ്ടിട്ട്. ഫോട്ടോ എങ്ങനെ സ്പ്രെഡായി എന്നുള്ളതൊക്കെ മനസ്സിലായില്ലേ? പിന്നെ ഹലോ, നമ്മളെ ഗ്രൂപ്പിൽ അങ്ങനത്തെ സംസാരമാണെങ്കിൽ അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് അവന്റെ അമ്മയും പെങ്ങളുവാ. ആര് പറയണ്? ഞാൻ പറയുന്നു. പറയാനായിട്ട് ശരി, ഓക്കെ. ഈ ഗ്രൂപ്പിൽ നിങ്ങൾ പാനിക് ആവില്ല ദയവ് ചെയ്തിട്ട്. ഇത് എന്താണെന്നറിയാമോ? ഈ ടീം അംഗങ്ങൾ നല്ല 1ാം ക്ലാസ് മുട്ടയിട്ടു, തോറ്റ് തൊപ്പി അടിച്ചു.
ഇനി അവർക്കൊന്നും പറയാനില്ല, നത്തിങ് ഡൂയിങ്. അങ്ങനെ ഉള്ളിടത്താണ് ഈ കൊരയൊക്കെ കാണിക്കുന്നത്. മൈൻഡ് ചെയ്യാൻ പോകണ്ട. എന്താണ് ഇവിടെ നടക്കുന്ന അയൽക്കൂട്ടം ലൈവ്? ആയിരിക്കും, നിങ്ങളിവിടെ വരാൻ ഞാൻ പറഞ്ഞ. ഓക്കെ ഗൂഗിൾ, ഹൂ ആസ്ക് യു ടു കം? പിന്നെ ആരെങ്കിലും ക്ഷണിച്ച? പോയി ചാവടി. ഇന്നിപ്പോൾ വയ്യ, നാളെ വേണമെങ്കിൽ ആലോചിക്കാം. ഞാൻ ചത്ത നീ പൈസ തരുമോ? എൻ്റെ കൊച്ചുങ്ങൾക്ക് ചെലവിന്, എൻ്റെ കൊച്ചുങ്ങൾക്ക് ഒരു ഉമ്മയെ കൊണ്ടുവന്ന് കൊടുക്കുക, എൻ്റെ വിനുവിനെ വേറെ കെട്ടിച്ചു കൊടുക്കും, നിൻ്റെ അമ്മയെ കെട്ടിച്ചു കൊടുക്കുക, എന്നാൽ ഞാൻ ചാവാം. വൈ യു റിമൂവ്ഡ്? ഐ വിൽ റിമൂവ്. ഇറ്റ്സ് മൈ ചാനൽ, എൻ്റെ ഇത്, മൈ റൂൾസ്. യു വാണ്ട് ടു സ്റ്റേ? എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ റിമൂവ് ചെയ്യും. വാട്ട് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്? ഐ വിൽ റിമൂവ് യു. നിങ്ങൾ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനല്ല ഞാൻ ഇരിക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യും. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? അത് അതിൻ്റെ അപ്പുറം ചെയ്തെന്ന് വരും. ദിസ് ഈസ് മൈ ചാനൽ, മനസ്സിലായാ? ഇപ്പം പിടി കിട്ടിയ എന്താണെന്ന് ഓടും. ഹായ് ഷെഫീന, ഹായ് നജീബ്. അപ്പാച്ചി കട്ടാണോ ഹെയർ സ്റ്റൈൽ? അല്ല, അമ്മച്ചി കട്ട. റിമൂവ്. ഹായ് ചേച്ചി, കലക്കൻ മറുപടി. ഹായ് മാം. ജെട്ടി, ഈ ടൈപ്പ് കൂതറെ ഒക്കെ എവിടുന്ന് കിട്ടുന്നു? അല്ലെ, എന്താ അവിടെ നടക്കണമെന്ന് പറഞ്ഞാലേ നമുക്ക് അറിയത്തുള്ളൂ. നിങ്ങളിങ്ങനെ പറയുമ്പോൾ എനിക്ക് അത് കാണാനുള്ള ഇത് തോന്നുന്നു. എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. അവിഹിതം കാണണമെങ്കിൽ വേറെ ചാനലിൽ പോകൂ. ഇത് അയൽക്കൂട്ടം തന്നെയാണ്. എക്സാക്ട്ലി, യെസ് അറ്റ് യു സെഡ് ഇറ്റ്. ഞങ്ങൾ അയൽക്കൂട്ടം തന്നെയാണ്. അതിനിപ്പോൾ എന്ത്, നല്ല സൗകര്യമുള്ളവരൊന്ന് കണ്ടാൽ മതി. ഒരു നിർബന്ധവും ഇല്ല. ഇറ്റ്സ് ഓൺ മൈ റെക്കമെൻഡേഷൻ, ദാറ്റ്സ് വൈ ഐ എം ഹിയർ. ഗെറ്റ് ഔട്ട്. സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിൻ്റെ കയ്യിൽ റെക്കമെൻഡേഷൻ വന്നത് എൻ്റെ കുറ്റമല്ല. ഗോ. അപ്പാച്ചിക്കട്ട് ഹെയർ സ്റ്റൈൽ ഉണ്ട്, അതുപോലെ ഉണ്ട് കാണുമ്പോൾ. ആണോ? അപ്പം പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ ചോദിക്കണേ എന്തിനാ അങ്ങനെ ആയിരിക്കും? ചേച്ചി ഒരു പാട്ട് പാടും ഇവിടെ. ഇന്ന് വൈകുന്നേരത്തേലേ പാട്ട് പാടാം കേട്ടാ. യു ഡോണ്ട് നോ ഹിന്ദി? നോ, ഐ ഡോണ്ട് നോ ഹിന്ദി. എനിക്ക് അറിയത്തില്ല. അതൊന്നും നിനക്കൊന്നും ഒരു വീട്ടിലൊരു പണിയും ഇല്ലടി. നിനക്കൊരു പണിയും ഇല്ലടി അമരാവതി മോളെ. നീ ഇവിടെ വന്നിരിക്കണ എന്തിനടി അമരാവതി? പോയി ചോറും കറി മേടി പോടി. അർഷ കുഞ്ചൂസ് ഒറി. മൈ മിസ്റ്റേക്ക് നെയ്തർ. താങ്ക് യു. ഹായ്. ലിപ്സ്റ്റിക്ക് ഏതാ? തുടങ്ങിയല്ല, പറയൂല. ഖദീജ ഷൗക്കത്ത്. സൗകര്യമില്ല പറയാൻ. ഒരു ഹായ് താ. ഞാൻ ചെയ്യും. ഹായ് ജസീന. ഇറ്റ്സ് ബിക്കോസ് യു ആർ ബ്രോഡ്കാസ്റ്റിംഗ്. എൻ്റെ പൊന്നു മോളെ പോ, ശല്യം ചെയ്യാതെ പോ. ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക എന്തിനു കേട്ടു? നിനക്ക് നല്ല സൗകര്യം ഉണ്ടായിരുന്നാൽ മതി. നിനക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കേൾക്കാൻ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ വരണ്ട, കേൾക്കണ്ട, ഒരു പ്രശ്നവുമില്ല, ഒരു തർക്കവുമില്ല. ഞാൻ പറയുന്ന ടോപ്പിക്ക് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതി. ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ അതിനകത്ത് ലൈക്ക് ഒന്ന് ചെയ്യൂ. എന്തായാലും വന്ന് കാണുകയല്ലേ, ലൈക്ക് അടിക്കടാ. ലൈക്ക് അടിക്കാൻ പറഞ്ഞാണ്. ഹായ് മോള. ഹായ് മോള തന്നെ. വേറെ ചേച്ചിയുടെ വീട് കോട്ടയത്താണ് മോളെ, കോട്ടയത്താണ്. നൈസ് മുട്ട. എനിക്കിത് നോക്കാൻ അറിഞ്ഞൂടെ, പേരൊന്നും അറിയത്തില്ല. നിങ്ങൾ എന്നതാണ് ഇതെവിടെ കാണിക്കണത്? എവിടെ ഇതിൻ്റെ സുന? അതാ ഇത് തന്നെ. വായിക്കാൻ അറിഞ്ഞൂടേ. എന്തരാണെന്തോ. ഇതാണ് സംഗതി. മൈ ഗ്ലാം എപ്പോഴും പരസ്യത്തിൽ വരുന്ന സാധനമാണ് മൈ ഗ്ലാം. അതാണ് ഞാൻ ഇന്നലെ 3 എണ്ണം 299 വാങ്ങിച്ചതാണ് മൈ ഗ്ലാം. ഹലോ ആൻറ്റി. ഹലോ ബേട്ടി. ഹായ് തരുമോ? പിന്നെന്താ. ക്രിമിനൽ സ്ത്രീകൾക്ക് റീഹാബിലിറ്റേഷൻ സെൻ്ററാണ് ജെട്ടി ചാനൽ. നിനക്ക് വട്ടാണോ? നിന്റെ തള്ളയ്ക്ക് അതാണെങ്കിൽ എണിച്ചു അത് തന്നെ, തർക്കിക്കണ്ട. നമുക്ക് രണ്ടുപേർക്കും ഒറ്റയ്ക്കാണ് സെറ്റ്. എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ് തെറിവിളി മാത്രം. അതിന് പിന്നെ ജെട്ടി ചിരുവിൻ്റെ ചാനലിൽ പോയി ഇവിടെ ഇരുന്ന് ആക്കൂല. ചെവിയിൽ കമത്തിയ കൊട്ട കിട്ടുമോ? ഇല്ല, അത് കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അതങ്ങനെ ഫ്രീക്ക് തരാൻ ഒക്കത്തില്ല. മുഹമ്മദ് ഫവാസ്. ദിസ് ലിപ്സ്റ്റിക് ഐ ആൾസോ. കൊള്ളാം കേട്ടോ, കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. കണ്ടാ, സ്റ്റിക്കി ആവത്തില്ല. അതാണ് അതിൻ്റെ ഇടുമ്പോൾ ഉള്ള ഒരു ഇതുമുണ്ട്. സ്മൃത അമ്മച്ചി.
ഈ വിനുവിന് നാട്ടിലുള്ള പെണ്ണുങ്ങളെ എല്ലാം പോയി കയറി ഇറങ്ങണം. നിന്റെ സ്മിതയുടെ തള്ളച്ചിയ എൻ്റെ വിനു വന്ന് ഞാൻ എന്തോ ചെയ്യാനടി? എടി നിന്റെ തള്ളച്ചി അങ്ങനെ പല ഭ്രാന്തം പറയും. എൻ്റെ കെട്ടിയവനിക്ക് ഈ ഭ്രാന്തില്ലടി. അങ്ങനെ കണ്ട കയറി ഉണ്ടാക്കിയതാണ് നിന്റെ തള്ള. ആപത്തത്തിൽ കയറി ചെയ്തതായിരിക്കും. ഇത് ഞാൻ തുറന്നു വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് വന്നായിരിക്കും. നീ ക്ഷമി. അതിന് നീ എന്നെ വന്ന് മമ്മീന്ന് വിളിക്കല്ലേ. 2 കുട്ടികളുണ്ട്. ജസ്റ്റ് നൗ ഐ സെർച്ച്ഡ് ഫിജോ ന്യൂസ് ഇൻ യൂട്യൂബ് മാം. യു സെഡ് റൈറ്റ് അബൌട്ട് ഫിജോ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ടീന ജോസഫ്. ദാറ്റ്സ് ഇറ്റ്. അതുണ്ട് അവിടെ. അത് കൊണ്ടുപോയി അവനെയൊക്കെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിൽ അതവിടെ ഉണ്ട്. 4 വർഷത്തിനിപ്പുറവും അത് മാറിയിട്ടില്ല എങ്കിൽ ഈ കഴിഞ്ഞ വർഷവും അവൾക്കെതിരെ കൊടുത്ത കേസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗോ ആൻഡ് ആസ്ക് പാമ്പാടി പോലീസ് സ്റ്റേഷൻ, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ, ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ, എവരിവെയർ ഷീ ഈസ് ഹാവിങ് കേസ്. ബിന്ദി സൂപ്പർ, താങ്ക് യു. അവർ പറയുന്നത് എത്ര നല്ല സബ്ജക്റ്റ് ഉണ്ട്, അതെല്ലാം കേൾക്കൂ, നന്നാവും. അത് സത്യം. ഇനി ആ സബ്ജക്റ്റുകളിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല. യു ആർ സോ ബ്യൂട്ടിഫുൾ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സുന്ദരിയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിവിടെ എടുക്കുന്നില്ല. ഇവിടെ ഉള്ളവരെ തന്നെ വയ്യ. പ്ലീസ് റിപ്ലൈ ടു മീ. ലീൻ യാറടിയിൽ നെയിൻ പോളിഷ് ഏതാ ബ്രാൻഡ്? ഇനി ഒരിക്കൽ കൂടെ ഇതുപോലത്തെ ബ്രാൻഡ് ഇവിടെ നിന്ന് ചോദിച്ചാൽ എടുത്ത് ഞാൻ കുപ്പയിലോട്ട് എറിയും. മനസ്സിലായില്ലേ? ജോബ് എന്താണ്? ഇത് തന്നെയാണ്, യൂട്യൂബാ. ഇതാ ജോബ്. കഴിഞ്ഞ ടീഷർട്ട് സാറ എന്നാണോ? ഇതല്ല. ടീഷർട്ടൊക്കെ ഞാൻ ദുബായിൽ നിന്ന് വാങ്ങിയതാ. അതൊന്നുമല്ല. അപ്പം ശരി, വൈകുന്നേരം കാണാം കേട്ടോ പുതിയൊരു സബ്ജക്റ്റുമായിട്ട്. ബൈ.